അവധിക്കാലത്ത് അത് 1-2 ദിവസത്തെ ഈ കുടുംബവുമായിട്ടൊരു യാത്രയാണോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? എന്നാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടുകൊള്ളുക. നിങ്ങളുടെ കുടുംബത്തിനോടൊപ്പം, അതായത് നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള ഏത് പ്രായക്കാർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര പോകുന്നത്. അതങ്ങ് കോട്ടയത്ത് കടുത്തുരുത്തിയിലുള്ള മാംഗോ മെഡോസ് എന്ന പേരിലുള്ള അഗ്രികൾച്ചറൽ തീം പാർക്കിലേക്കാണ്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അഗ്രികൾച്ചറൽ തീം പാർക്കാണ്. 30 ഏക്കറിൽ പടർന്നു കിടക്കുന്ന ഇവിടുത്തെ ആക്ടിവിറ്റികളും കാഴ്ചകളും ഇവിടുത്തെ ചെടികളും എല്ലാം നമുക്ക് ഇതിലൂടെ പരിചയപ്പെടാം. അതിനോടൊപ്പം നമുക്ക് അവിടെ താമസിക്കുകയും ചെയ്യാം. എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവിടെ താമസിക്കാമെന്നും അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ആക്ടിവിറ്റീസ് എങ്ങനെ ആസ്വദിക്കാമെന്നും ഞാൻ ഈ വീഡിയോയിലൂടെ വിശദമായി പറയുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് ചിലപ്പോൾ ഒരു 5 മുതൽ 10% വരെ അവിടെ താമസിക്കുമ്പോൾ ഡിസ്കൗണ്ട് ലഭിച്ചേക്കാം. അപ്പോൾ നമുക്ക് നേരെ മാംഗോ മെഡോസിലെ കാഴ്ചകൾ കണ്ടിട്ട് വരാം. മാംഗോ മെഡോസിന്റെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ എങ്ങനെയാണ് വന്ന് ഇവിടുത്തെ ആക്ടിവിറ്റീസുകൾ കാണേണ്ടുന്നത്, എങ്ങനെയാണ് നമുക്ക് വർക്ക്ഫുള്ളി ആയിട്ട് ഇത് കാണാൻ പറ്റുക എന്നൊക്കെ അറിയാൻ പറ്റും കേട്ടോ. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ബിൻഷാബ്ലോയിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഉണ്ട്, ഹൈസുദ ഉണ്ട്. നമ്മളെല്ലാം കൂടെ ഒരു അടിച്ചുപൊളി യാത്ര വന്നത്. എവിടെയാണ് മോനെ നമ്മൾ വന്നത്? മാംഗോ മെഡോസ്. മാംഗോ മെഡോസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ തീം പാർക്കുകളിലൊന്നായ മാംഗോ മെഡോസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് കോട്ടയത്താണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ പോട്ടെ. ഇന്ന് നമ്മളിവിടെ സ്റ്റേ ആണ്. ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് അകത്തോട്ട് നോക്കിയിട്ട് പറയാം കേട്ടോ. ബാ പോക്കോ ഓടിക്കോ. റിസപ്ഷനാണ് കേട്ടോ. കയറി വരുമ്പോൾ നമ്മൾ നേരത്തെ റിസപ്ഷനിൽ വന്നിരുന്നു. അപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊരു ജ്യൂസൊക്കെ തന്നിരുന്നു. ഇനി നമുക്ക് റൂമെല്ലാം സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഇറങ്ങണം. ഇതാ റിസപ്ഷൻ ഡെസ്ക് വരുന്നത്. നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഈ മാഡമാണ്, ശ്രീജ മാഡം. നമ്മുടെ റൂം റെഡിയായോ? ഓക്കെ, അപ്പം നമ്മൾ അങ്ങോട്ട് പോകാമല്ലേ. അപ്പോൾ നമുക്ക് റൂം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയാണ്, റൂമിലോട്ട് പോവുകയാണ്. നമുക്ക് ബാഗൊക്കെ ആയിട്ട് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. ഈ ബസ് കണ്ടോ? ലണ്ടൻ ബസ്, ലണ്ടൻ ഡെക്കർ. ഇതാ ഇതിലാണ് നമ്മൾ പോകേണ്ടത്. കോപ്പിറൈറ്റ് ഇപ്പോൾ വരും കേട്ടോ. ഓക്കെ, താങ്ക് യു. കൊള്ളാമല്ലേ? ബസ് ഇഷ്ടപ്പെട്ടാ മോനെ? ഐസേ, ബസ് ഇഷ്ടപ്പെട്ടാ? ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നവർക്ക് ഇവിടെ റിസപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് സ്റ്റേക്കുള്ള റിസപ്ഷൻ മാത്രമാണ് കേട്ടോ. ഇതിൻ്റെ പാർക്കിൻ്റെ ഡേ ആക്ടിവിറ്റീസ് മെയിൻ എൻട്രി അപ്പുറത്തെ സൈഡാണ്. ഇത് കണക്ക് ഓട്ടോറിക്ഷ ഉണ്ടാവും, അതുപോലെ തന്നെ ബസ്സും ഉണ്ടാവും, പിന്നെ ട്രെയിനും ഉണ്ടാവും. അതിലേക്കായിട്ടാണ് റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. അടിപൊളി. അങ്ങനെ നമ്മൾ ബസ്സിൻ്റെ മുകളിലേക്ക് കയറി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് വന്നിട്ടൊരു ഗേറ്റ് ഉണ്ട് കേട്ടോ. ആ ഗേറ്റിനകത്തേക്ക് നമുക്ക് കയറണം. ഇതെല്ലാം ഡേ ഗസ്റ്റുകളാണ് കേട്ടോ, ഡേയിൽ വന്ന ഗസ്റ്റുകളാണ്. അപ്പോൾ അതിനകത്ത് കൂടെ ഇന്നിപ്പോൾ നല്ല റഷ് ഉണ്ട്. അതിനകത്ത് കൂടെയാണ് നമ്മൾ അകത്തോട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് തീവണ്ടി കാണാം, നല്ല പച്ചപ്പും ഹരിതാവും. ഇത് നമുക്ക് ഗൈഡഡ് ടൂർ ഉണ്ട്. ഗൈഡഡ് ടൂർ നമുക്ക് പോകണം. അതിനു മുമ്പ് നമ്മൾ ജസ്റ്റ് റൂമിലേക്കൊക്കെ ഒന്ന് പോയി ഒന്ന് സെറ്റായി അതിനുശേഷം നമുക്ക് ഇവിടുത്തെ ടൂർ എടുക്കാം കേട്ടോ. മരം 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 താന്നു 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 മരം. അൻസി ഏനുണ്ട്? അടിപൊളി അല്ലേ? ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ കാണാൻ. നമുക്ക് അതെല്ലാം അടിച്ചുപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യണം. ഇപ്പൊ നമുക്ക് നേരെ റൂമിലോട്ട് പോവാം. നമ്മള് അകത്തേക്ക് പോകുമ്പോൾ ഈ സൈഡിലേക്ക് എന്തൊക്കെയോ മരങ്ങളുണ്ട്, അതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുക. ഇതായിട്ട് നേക്കഡായിട്ടുള്ളൊരു മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ട്. അത് കണ്ടപ്പോൾ മോനെ ചെറിയൊരു ചിരി. എന്തിനാ താമസോ ചിരി? ഒരു നാണം കലർന്ന ചിരി. നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ബോട്ടിങ്ങിന്റെ ഏരിയ വരുന്നത്. കുറച്ച് നമ്മൾ അകത്തോട്ട് വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂള് കാണാം. അതിനകത്ത് ആരും ഇറങ്ങുന്നില്ലല്ലോ, അതെന്ത് പറ്റി? ഇവിടെ ഒരു മത്സ്യ കന്യൊക്കെ പൂളിൻ്റെ സൈഡിലായിട്ട്. പാഴ്മരം എന്നോതി തൻതടിയിലെ ഇതൊരു ഡെക്ക് വരുന്നുണ്ട്. ഇതാ ഹൗസ് ബോട്ട് പോലെ ഒരു ബോട്ട്, ഷിക്കാര ബോട്ടൊക്കെ പോകുന്നു. നല്ല തിരക്കുണ്ട്. നമുക്ക് തിരക്ക് കുറഞ്ഞതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ട് നടന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അത് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ടോ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാം. മാംഗോ മെഡോസിൻ്റെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ എങ്ങനെയാണ് വന്ന് ഇവിടുത്തെ ആക്ടിവിറ്റീസുകൾ കാണേണ്ടുന്നത്, എങ്ങനെയാണ് നമുക്ക് വർക്ക്ഫുള്ളി ആയിട്ട് ഇത് കാണാൻ പറ്റുക എന്നൊക്കെ അറിയാൻ പറ്റും കേട്ടോ. ഇങ്ങനെ 2 പേർക്ക് ഇരുന്ന് ചവിട്ടാവുന്ന സൈക്കിളുണ്ട്. എനിക്ക് അൻസി നമുക്ക് സൈക്കിൾ എടുത്ത് ചവിട്ടണം കേട്ടോ. അതുപോലെ
അവന്മാര് വേറെ സൈക്കിളിൽ വരട്ടെ, അവനും ഇവരും കൂടെ വേറൊരു സൈക്കിളിൽ വരട്ടെ. ഓ മാവ് മാവ്. വാച്ച് ടവർ. സത്യം പറയാലോ, ഇവിടെ വന്നപ്പോൾ ആ ഫസ്റ്റ് ഇംപ്രഷൻ നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു കേട്ടോ. ശരിക്കും വെക്കേഷന് കുട്ടികളെ ഇവിടെ കൊണ്ടുപോകണം എന്നിങ്ങനെ ഡൗട്ട് അടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വണ്ടർലായൊക്കെ മനസ്സിൽ വന്നതാണ്. പക്ഷെ നമ്മുടെ ഹൈസൂനെ ഓർത്ത് മാത്രമാണ് ആ ഒരു പ്ലാൻ മാറ്റിയത്. ഇവിടെ വന്നത് ഹൈസൂനും എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അല്ല എനിക്ക് ഹൈസൂനും ആ നമുക്ക് നോക്കാം. നമ്മളൊന്നിലോട്ട് പോയില്ലല്ലോ, ഇടിച്ചു നിർത്തി. നമ്മളെത്തിയോ? അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റേയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഇതിപ്പോൾ വീഡിയോയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി വലിയ വണ്ടിയായിട്ട് തോന്നും കേട്ടോ, വലിയ ബസ്സായിട്ട് തോന്നും. ശരിക്കും അത് അത്ര വലിയ ബസ്സല്ല. ഇത് നമ്മുടെ മറ്റേ ബഗ്ഗി ഉണ്ടല്ലോ, ഇലക്ട്രിക് ബഗ്ഗി, അതിനെ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്നാലും ഇതിനകത്ത് കൂടെ എന്നെ പോലെ വണ്ണമുള്ള ഒരാളിന് കയറി ഇറങ്ങിയൊക്കെ എത്തി ബുദ്ധിമുട്ടായിരുന്നു. നമുക്കപ്പോൾ ബാഗൊക്കെ എടുത്ത് റൂമിലോട്ട് പോവാം. ഇതാ കേട്ടോ മാംഗോ മെഡോസിൽ ഇന്ന് നമ്മൾ താമസിക്കാൻ പോകുന്ന റൂം. മാംഗോ കോട്ടേജ് നട്ട്മഗ്. വാവ്, അടിപൊളി. നട്ട്മഗിൻ്റെ തന്നെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. നട്ട്മഗ് തന്നെ ഇവിടെ നിൽപ്പുണ്ട്. വാവ്, സൂപ്പർ. ചെരുപ്പ് ഊരിയിട്ട് വേണം നമുക്ക് അകത്തോട്ട് കയറാൻ. അപ്പോൾ ഈ ചെരുപ്പെല്ലാം ഇവിടെ ഇട്ടേക്കാം അല്ലേ? അത് നമ്മൾ നോക്കണം കേട്ടോ. നമ്മൾ മിക്കവാറുള്ള ഹോട്ടലുകളിൽ പോകുമ്പോഴേ ചെരുപ്പിട്ടുകൊണ്ട് നമ്മൾ കയറാറുണ്ട്. മാക്സിമം നമ്മളെ ചെരുപ്പ് നമ്മൾ തന്നെ പുറത്തിടുക. കാര്യം ഒരു ദിവസം ഫുള്ള് നമുക്കവിടെ സ്റ്റേ ചെയ്യേണ്ടുന്നതല്ലേ. അപ്പോൾ നമ്മൾ തന്നെ വൃത്തിയായിട്ട് നോക്കിയാൽ നമുക്ക് തന്നെ വൃത്തിയായിട്ട് താമസിക്കും. വോ, ഈ ലേക്കിനോട് ചേർന്ന കേട്ടോ, നമ്മുടെ ബാൽക്കണി വരുന്ന ലേക്കിലാണ്. കണ്ടോ, ഈ ലേക്കിനോട് ചേർന്നാണ് നമ്മുടെ റൂം. ഇതാണ് നമ്മുടെ റൂം. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ലിവിങ് ഏരിയയാണ് കാണാൻ പറ്റുന്നത്. AC ആണ്. ലിവിങ് ഏരിയ കഴിഞ്ഞ് അകത്തോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. വലിയൊരു കോട്ടും നല്ല അടിപൊളി ബെഡൊക്കെ തന്നെയാണ്. സ്റ്റോറേജിനുള്ള സൗകര്യമുണ്ട്. നന്നായിട്ട് സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് സ്ട്രെയിറ്റിലേക്ക് വരുമ്പോഴാണ് വാഷ്റൂമൊക്കെ വരുന്നത്. ബാത്ത് ടബ്, ജഗ്ഗൂസി ഉണ്ട്. അതുപോലെ തന്നെ നല്ല കൊമോഡൊക്കെയാണ്. വാഷ് ബേസിനുണ്ട്. അടിപൊളി ഒരു വാഷ്റൂമും ബാത്റൂമും ഒക്കെയാണ്. അപ്പോൾ ഇവരാണ് കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്തത്. ഇവിടുത്തെ സ്റ്റാഫാണ്. ശ്രീജ എന്നാ പേരല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളൊന്ന് ഇത് ഫ്ലോട്ടിംഗ് ആണല്ലേ? ഓ ഹോ, ഹൈസു നോക്ക്, നമുക്ക് റൂമിനകത്ത് നിന്നുകൊണ്ട് ഫിഷ് ഫീഡ് കൊടുക്കാം. ഫിഷ് നോക്ക് മോനെ. ഹൈസു കുറച്ച് 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 കൊടു. ഈ ഫിഷിന് നമുക്ക് ഇവിടെ നിന്ന് ഫീഡ് കൊടുത്തിട്ട് അവിടെ നിന്ന് ചൂണ്ടയിട്ട് പിടിക്കാം. എന്നിട്ട് നമുക്ക് തിന്നാം. നമ്മൾ തീറ്റ കൊടുത്ത ഫിഷിന് നമുക്ക് തന്നെ തിന്നാം. കേട്ടാ മോനെ? ഹൈസു മതി മതി. ഇത് കണ്ട അൻസി, സൂപ്പർ. നമ്മൾ മാറ്റ് വേണമെങ്കിൽ മാറ്റിയിടാം അല്ലേ? അവിടെ കാണാം അല്ലേ? അപ്പം അതുപോലെ അകത്തും ഉണ്ട് കേട്ടോ. ഈ അകത്തെ മാറ്റ് മാറ്റുമ്പോൾ ഇതുപോലെ തന്നെയാണ്. അടിപൊളി അടിപൊളി അടിപൊളി. മോനെ ഇഷ്ടപ്പെട്ടാ? വേണ്ട വേണ്ട, ചാടണ്ട. നമ്മുടെ ലിവിങ് റൂമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കേട്ടോ, വിൻഡോ വഴി നോക്കുമ്പോൾ കാണുന്നതാണിത്. ഇതെന്താ സംഭവം? ഇത് സെറ്റ്. ആൾക്കാരൊക്കെ പെഡൽ ബോട്ടിൽ ചവിട്ടി തകർക്കുക. നല്ല അടിപൊളി ലിവിങ് റൂം അല്ലേ? നമുക്കിവിടെ ടീ മേക്കറൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ശരിക്കും ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് തന്നെ ഇവിടെ എൻജോയ് ചെയ്യണം അല്ലേ? നമ്മള് ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറിയതുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റിവിറ്റി അല്ലേ? നമ്മളങ്ങനെ റൂമിൽ കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ഫുഡ് കഴിക്കാനായിട്ട് പോകാനായിട്ട് ഇറങ്ങിയ 2 മണിക്കാണ് നമ്മൾ ഫുഡ് പറഞ്ഞത്. 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആള് വരാമെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് നമ്മളിവിടെ വന്നിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് എനിക്ക്? മോനാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ ഫുഡ് കഴിക്കാനായിട്ട് വന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്.
നമ്മൾ 2 ഊണും ഒരു ബിരിയാണിയും നേരത്തെ തന്നെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 പേർക്ക് മീൽസും ഇവർക്ക് കുട്ടികൾക്ക് ബിരിയാണി പോലെ കഴിക്കാം. നമുക്ക് താളി മീൽസാണ്. മീൽസിനുള്ള കറികളൊക്കെ വന്നിട്ടുണ്ട്. അൻസി ആദ്യമേ തന്നെ പായസം ടേസ്റ്റ് എങ്ങനെയുണ്ട് അൻസി? നല്ല പായസം, അടിപൊളി. എന്ത് പായസം? സേമിയ പായസം. അടിപൊളി വെള്ള ചോറാട്ടോ, വെള്ള അരിയിലെ ചോറാണ്. നമ്മൾ മീൻകറിയും കൂടി പറഞ്ഞിട്ടുണ്ട്. ആദ്യം കുറച്ച് തോരൻ ഈ ചോറിലേക്ക് ഇങ്ങനെ ഇടാം. പിന്നെന്താണ്, ഈ ഒരു കൂട്ടുകറിയുണ്ട്, അത് കുറച്ചിങ്ങനെ അങ്ങോട്ട് ഇടാം. ഒരു പപ്പടം ശകലം ഇങ്ങനെ പൊടിച്ച് വയ്ക്കാം. ഇതെന്താണ്, ഈ സാമ്പാർ ശകലം ഒഴിക്കാം. എന്നിട്ടും ഇതിങ്ങനെ കുഴച്ചിട്ട് ഇതെടുത്ത് ഒരു ഉരുള നമുക്ക് തിന്നാം. സൂപ്പർ. ഏതാണ്ട് ദിവസം ബിരിയാണി. നമ്മുടെ മീൻ ഫ്രൈയും മീൻ കറിയും വന്നിട്ടുണ്ട് കേട്ടോ. ചൂര മീനും ശകലം പൊടിമീനും ഇതെല്ലാം കൂടെ വെച്ച് ഇങ്ങനെ കുഴച്ച് അടുത്ത ഒരെണ്ണം എടുത്ത് ഇങ്ങനെ നല്ല ഭക്ഷണം കേട്ടോ, കൊള്ളാം. നമുക്കിത് വൈകുന്നേരത്തെ ഡിന്നറിൻ്റെ മെനു ആണ് കേട്ടോ. ഇതിൽ നമുക്കിവിടെ പ്രീ ഓർഡർ ചെയ്യാം. ഇവിടെ 3-4 റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇതിൽ ഗസ്റ്റിന്, അതായത് ഇൻ ഹൗസ് ഗസ്റ്റിനുള്ളത്, ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്കുള്ള റെസ്റ്റോറൻ്റാണ് ഇതല്ലേ. ഇതിൻ്റെ പേരെന്താണ്? പേരാലല്ലേ. പേരാൽ റെസ്റ്റോറൻറ്റിലാണ് നമുക്ക് ഇൻ ഹൗസ്, അതായത് ഗസ്റ്റുകൾക്കുള്ളത്. അതിനോടൊപ്പം തന്നെ ഇത് നമ്മൾ പ്രീ ഓർഡർ ചെയ്തിട്ട് റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിക്കണം. റൂമിലേക്ക് ഇപ്പോൾ റൂം സർവീസ് ഇല്ല, കാര്യം ഇൻസെക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടല്ലേ. അപ്പോൾ നമുക്കിത് ഓർഡർ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഗൈഡ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗൈഡ്. എന്താണ് പേരെന്താണ്? ഓക്കെ, അപ്പോൾ നമ്മൾ പോവാം. ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് സംഭവങ്ങളെന്നുള്ളത് നമുക്ക് ഒരു ഗൈഡിൻ്റെ സഹായത്തോടെ പറഞ്ഞ് കിട്ടില്ല. ട്രെയിൻ വരുന്നുണ്ടോ, പറഞ്ഞ് കേട്ടാൽ മാത്രമേ ഇത് നമുക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ യൂട്യൂബർ ആവുകൊണ്ട് ഇവിടെ വന്നുകൊണ്ട് ഗൈഡ് വന്നതല്ല. ഇവിടെ വരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉറപ്പായിട്ടും ഒരു ഗൈഡിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. ഡേ ട്രിപ്പാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഇരുത്തിയിട്ടൊരു ഗൈഡ് ഉണ്ടാവും. ഗസ്റ്റായിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ഗൈഡ് വന്നിട്ട് ആ ഒരു റൂമിലുള്ള അല്ലെങ്കിൽ ഒരു ഫാമിലിക്കുള്ള ഗൈഡ് വന്ന് പറഞ്ഞു തരും എല്ലാ കാര്യങ്ങളും. അങ്ങനെയല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് ആദ്യം ഒരു മീനൂട്ടാണ്. മീനൂട്ടല്ലേ? ആ കുളത്തിലുള്ള മീനിന് നമ്മൾ തീറ്റ കൊടുക്കുന്നതല്ലേ, നമ്മൾ റൂമിൽ നിന്നുകൊണ്ട് കൊടുത്താൽ അതേ ഇത്. ആ മീനിനെ തന്നെയല്ലേ നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ച് തിന്നുകയും ചെയ്യുന്നത്? അല്ല, ചൂണ്ടയിടുന്ന സ്ഥലം വേറെയാണ്. ഇതേ മീൻ തന്നെ ആയിരിക്കുമല്ലോ. അല്ല, അവിടെ നമ്മുടെ നാടൻ മത്സ്യങ്ങളൊക്കെ ആണല്ലേ, വേറെ മീനാണല്ലേ. ഇതാ ഒത്തിരി കുട്ടികൾ സൈക്കിളൊക്കെ എടുത്ത് ഇങ്ങനെ ചവിട്ടി വരുന്ന കാണാം കേട്ടോ. ആ, മോന് സൈക്കിൾ എടുക്കാം. ആ, സൈക്കിൾ എടുത്തോ. അതിഞ്ഞുകൊണ്ടാ, ക്യാമറ അഞ്ഞുകൊണ്ടാ. തൗസുവിന് സൈക്കിൾ അത്യാവശ്യമുണ്ട്. സൈക്കിൾ തൗസു എടുക്കാൻ പോവാണ്. കൂടെ ഐസ് ഓടി പോയിട്ടുണ്ട്. ഓക്കെ, അത് ചെറിയ സൈക്കിളല്ലേ മോനെ, കുഴപ്പമില്ലേ? പക്ഷികളുടെ മൃഗങ്ങളുടെയൊക്കെ കളകളാരവം. ഹൈസുവിനെ നോക്കിക്കോളേ എൻസി. വെള്ളത്തിലോട്ടാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഗൈഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ആദ്യം മീനൂട്ടാണ്. ഇതാണ് മീനൂട്ട് പാലം. നമുക്ക് ഇതിനകത്ത് 64 ടൈപ്പ് മീനുകളൊക്കെയാണ്. നമ്മുടെ നാടൻ കാർപ്പ് മത്സ്യങ്ങളൊക്കെയാണ് കേട്ടോ സാറേ. അതുപോലെ തന്നെ മീനൂട്ട് എന്നൊക്കെ ഒരു പുണ്യപ്രവൃത്തിയാണ്. അതായത് ഭാരതീയ ആചാരങ്ങളും വിശ്വാസങ്ങളും പ്രകാരം മീനൂട്ട് എന്നൊക്കെ ഒരു പുണ്യപ്രവൃത്തിയാണ്. അതായത് അവനവൻ ചെയ്ത പാപങ്ങളുടെ കാഠിന്യമൊക്കെ കുറയുമെന്നും അതിലൂടെ നമുക്ക് പുണ്യം ലഭിക്കുമെന്നൊക്കെ ഒരു വിശ്വാസമാണ്. ഇത് ഇന്ത്യയിൽ തന്നെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലൊക്കെ ഇതൊരു ആചാരമായിട്ടൊക്കെ അനുഷ്ഠിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പുണ്യപ്രവൃത്തി ചെയ്തിട്ട് വരാം. നമ്മുടെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, കുളത്തൂപ്പുഴയിലൊക്കെ ആറ്റിലുള്ള
മീനൂട്ട് നടത്തി കഴിഞ്ഞാൽ ത്വക്കിലുണ്ടാകുന്ന സ്കിൻ ഡിസീസസ് ഒക്കെ മാറുമെന്നൊരു ഇതുണ്ട്. അതുപോലെ നമ്മൾ ഈ ചവിട്ടി പോകുന്ന ഈ നെറ്റ് നമ്മുടെ 1 രൂപയുടെ കോയിൻ പഞ്ച് ചെയ്തെടുത്തതിന്റെ ഷീറ്റാണ് കേട്ടോ അത്. ആ 1 രൂപ കോയിൻ കട്ട് ചെയ്തെടുത്തതിന്റെ അല്ലേ? ഇത് എവിടെ നിന്ന് കിട്ടും? ഇത് ഞങ്ങളുടെ സാറ് വാങ്ങിച്ചതാണ്. ആണോ? സാറിന്റെ പിടിപാട് അനുസരിച്ച് കിട്ടിയതാണല്ലേ, നമുക്കാണെങ്കിൽ വാങ്ങിക്കാൻ കിട്ടൂല. ഇത് കൊള്ളാം കേട്ടോ. ഇത് നെറ്റ് പോലെ ആ പൈസ കട്ട് ചെയ്തെടുത്ത സെയിം റൗണ്ട് കണ്ടോ അല്ലേ മോനെ? ആ നമ്മളേത് റൂം? നമ്മുടെ റൂം ഇതിലേതാ? അതാണ് കേട്ടോ നമ്മുടെ സ്റ്റേ. നട്മഗ്. നമ്മൾ ആ റൂമിൽ നിന്ന് കണ്ട ആ പാലത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആ വലിയ മീനുണ്ട് കേട്ടോ. ഇത് കറുത്ത ആവോലിയാണ് കേട്ടോ. ആവോലിയോ? വലിയ മീൻ. നമ്മൾ അവിടെ നിന്ന് നടന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ, മധ്യത്ത്. അപ്പോൾ ഈ സൈഡിൽ നിന്നാണ് നമ്മൾ മീൻ ഊട്ടാൻ പോകുന്നത്. ഓ അത്രയും അങ്ങ് ഒന്നിച്ചിട്ട് അത്രയുണ്ട്. 64 ടൈപ്പ് മീനുകളാട്ടോ, നമ്മുടെ നാടൻ കറുത്ത മത്സ്യങ്ങൾ. ആ കൊച്ചൂട് നമ്മളാ ഇതിന് മധ്യത്തുള്ള ലേക്കാണ്. ലേക്കെന്ന് പറയാൻ പറ്റത്തില്ല, അത് 4 സൈഡും ബൗണ്ടറീസ് ഉള്ള ഒരു കുളമാണ് കേട്ടോ, വലിയൊരു കുളം. അപ്പൊ അതിൽ തന്നെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ ബോട്ടിങ് നടക്കുന്ന എല്ലാം ഇതിനകത്ത് തന്നെയാണ്. ബോട്ട് മോട്ടോർ ബോട്ടല്ല, പെഡൽ ബോട്ടാണ്. നമുക്ക് ആവശ്യാനുസരണം പെഡൽ ബോട്ട് എടുത്ത് ചവിട്ടി പോകാവുന്നതാണ്. എന്നിട്ടും ഇങ്ങനെ ഈ പാലത്തിനകത്തേക്ക് ഇതേപോലെ വരുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലേക്കുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ. ഈ മുകളിലുള്ള ഏരിയ എന്തിനുള്ളതാണ്? വെയിൽ കൊള്ളാൻ വേണ്ടി. പകല് അതെ ഈവനിങ്. പിന്നെ സാർ ഇവിടെ നമുക്കൊരു ഓപ്പൺ സ്റ്റേജ് ആണ് കേട്ടോ ഇത് അല്ലേ? ഇവിടെ നമുക്ക് ഈ വൈകിട്ട് നൈറ്റ് പാക്കേജുകാരൊക്കെ വരുമ്പോ ഇവിടെ ഒരു നാടൻ പാട്ടൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. അതാണ് ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് ആയിട്ട് ഇത്. ഇവിടെ ഒരു ടവർ കണ്ടോ? വാച്ച് ടവർ നേരത്തെ ഞാൻ കേറിയായിരുന്നു. അതിന്റെ വിഷ്വൽ ഒന്ന് കാണിക്കാം. അതിന്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ മാംഗോ മെഡോസിന്റെ സിംഗിൾ വ്യൂ മൊത്തം കാണാൻ പറ്റും. അത് ലിഫ്റ്റ് ഇല്ല, നമ്മൾ സ്റ്റെപ്പ് വഴി കയറണം. സ്റ്റെപ്പ് ഞാൻ കേറി. അടുത്ത സ്ഥലത്തോട്ട് പോവാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു നാടൻ വള്ളം ഉണ്ട് കേട്ടോ. അത് നമ്മുടെ ടിക്കറ്റിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതിൽ 5 മണി വരെയാണ് അതിന്റെ സമയം. 5 മണിക്ക് മുന്നേ ചെല്ലണം അത്. അപ്പൊ അവിടെ ഒരു സ്റ്റാഫ് ഉണ്ട്, നമ്മളെ ഇലമ്പഴി കൊണ്ടുപോകും. ഇങ്ങനെ നമ്മൾ പോയി കയറി ഇരുന്നാ മതി. ആ ചേട്ടനുണ്ട് അവിടെ. ഇപ്പൊ വള്ളമൊക്കെ നമുക്ക് നാളെ എക്സ്പീരിയൻസ് ചെയ്യാം അല്ലേ? നമ്മൾ നാളെ ടൈം ഉണ്ടല്ലോ. ഇതുകൊണ്ട് ഒരു അയൺ റോപ്പിന്റെ ഫീല് വരുന്ന രീതിയിൽ റോപ്പൊക്കെ കൊടുത്താണ് ഈ പാലം ചെയ്തിരിക്കുന്നത്. അയൺ തന്നെയാണ് കണ്ടോ, നല്ല സ്ട്രോങ് ആണ്. രസമുണ്ട് കേട്ടോ കാണാൻ. ഇങ്ങനെ കയറി വരുമ്പോൾ ഒരു ബ്രിഡ്ജും. നമുക്ക് രാത്രി ഇവിടെ എല്ലാം വന്ന് രാത്രി നമുക്ക് ഇവിടെ എല്ലാം ഇരിക്കും. പിള്ളേര് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ആംബിയൻസും ഇതെല്ലാം. ഓടിച്ചാടി കളിക്കാനല്ലേ. എങ്ങോട്ടും പോകത്തില്ലല്ലോ, ഇവിടെ തന്നെയൊക്കെ തന്നെ ഉണ്ടാവും എല്ലാവരും. നെക്സ്റ്റ് ഇനി നമുക്ക് എവിടെ പോകണ്ടേ? ഇനി നമ്മൾക്ക് കുറച്ച് ഇങ്ങനെ ആയുർവേദ സസ്യങ്ങളും മരങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ട പോകുന്നേട്ടാ. ഇതല്ല സാറേ, നമ്മളിപ്പം ആദ്യമേ ഒരു മീനൂട്ട് കാണിക്കും. പിന്നീട് അവർക്ക് മീനിന് തീറ്റ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റും. ഒരു പാക്കറ്റ് 20 രൂപ അല്ലേ? പിന്നെ നമ്മൾ പോണ വഴിയൊക്കെ ഇതുപോലെ സ്നാക്സ് ബാറുകളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് 5 മണി വരെ വർക്കിംഗ് ആയിട്ടുള്ളൂ. 5 മണി കഴിഞ്ഞാൽ ക്ലോസിംഗ് ആണ്. ഇവിടെ ഉള്ള പബ്ലിക്കിന് 5 മണിയോട് കൂടി ക്ലോസ് ചെയ്ത് പോകും അല്ലേ? സാർ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ഇതാണ് നീലക്കൊടുവേലി എന്ന് കേട്ടിട്ടുണ്ടോ? നീലക്കൊടുവേലി മറ്റേ അനേകം വിത്തുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഔഷധ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന്റെ വേര് നമ്മുടെ കയ്യിൽ പിടിച്ചതിന്റെ ആഗ്രഹം പറഞ്ഞാലും അത് സാധിക്കുമെന്നൊക്കെ ഒരു വിശ്വാസമാണ്. വേരുണ്ടോ ഇപ്പൊ കൈ കൊണ്ട് തൊടാൻ? പിന്നെ നമ്മളിത് നീലക്കൊടുവേലിയാണെന്ന് തിരിച്ചറിയുന്ന ഇതിന്റെ വേര് നമ്മൾ ഒഴുക്കുള്ള വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒഴുക്കിനെതിരായിട്ട് അത് സഞ്ചരിക്കുള്ളൂ കേട്ടോ. ആ വേരെടുത്ത് നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാവുന്നൊരു വിശ്വാസം. പിന്നെ ഇവിടെ അമ്മച്ചിപ്ലാവും മാർത്താണ്ഡവർമ്മ ബോർഡ് ഉണ്ടോ? അതായത് മാർത്താണ്ഡവർമ്മ പണ്ട് യുദ്ധകാലത്ത് ജീവരക്ഷാർത്ഥം ഒളിച്ചിരുന്നത് ഒരു പ്ലാവിന്റെ. അത് നെയ്യാറ്റിൻകരയില്ല. അപ്പൊ അതിന്റെ സ്മരണാർത്ഥം ഞങ്ങളുടെ സാറ് കേവിന് ചുറ്റും ഇവിടെ 21 തരം വെറൈറ്റി പ്ലാവുകൾ നട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കണ്ട ചക്കവിശേഷം എന്നൊരു തീമും കൂടിയുണ്ട് കേട്ടോ. ഒരുപാട് തരം സസ്യങ്ങളുണ്ട് കേട്ടോ. ഇത് എല്ലാം നമുക്ക് പറഞ്ഞു തരും. എന്നാലും ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല. നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന ചെടികളെ കാണിക്കുള്ളൂ അല്ലേ? നമുക്ക് അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ചെടികളെ പെട്ടെന്ന് പറഞ്ഞ് കാണിച്ചു പോവാം. ഇത് ഏദൻ തോട്ടാണ് കേട്ടോ. ഏദൻ തോട്ടം. ഇതിനകത്ത് നമുക്ക് 174 ഇനം ഫലവൃക്ഷങ്ങള്, 16 വെറൈറ്റി ചാമ്പയൊക്കെയാണ് കേട്ടോ. ഓ, ഇത് ആദമു ഹവ്വയാണല്ലേ?
ആപ്പിൾ കൊടുക്കുന്നത്, അതാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. സൂം ചെയ്ത് കാണിക്കാം. അത് ശരി, അവന് സൈക്കിൾ കിട്ടിയാ? വരി, സൈക്കിളിൽ കയറി വരി. പിന്നെ ഇത് കാട്ടുപൂവരശി അല്ലെങ്കിൽ അലഞ്ചി എന്ന് പറയും കേട്ടോ. അതായത് സിക്കിമിന്റെ സംസ്ഥാന വൃക്ഷമാണ് കാട്ടുപൂവരശി. പിന്നെ നേപ്പാളിന്റെ ദേശീയ പുഷ്പമാണ്. ഇത് നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസ് തണുപ്പിലാണ് ഇത് വളരുക. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിലും വളരുമെന്ന് അറിയിക്കാനായിട്ട് ഇത് പ്രത്യേകം പരിപാലിച്ച് വളർത്തുന്ന ഒരു വൃക്ഷമാണ് കേട്ടോ. താമസം എവിടെയെങ്കിലും ഓടിപ്പോയി ഏതെങ്കിലും സൈക്കിൾ എടുക്കുക, അല്ലെ കറങ്ങി വരും. ഇതെടുത്തോ മോനെ, അതങ്ങ് കൊടു. ഇതല്ലേ ഇത് അടിച്ചുമപ്പിയെന്ന് പറയും. ഇതിന്റെ അടിഭാഗം ചുമന്നിരിക്കും. ആ, അത് വെറൈറ്റി ആണല്ലോ. നോട്ടെ, ഇത് കണ്ടോ, മുകളിൽ പച്ചയും അടിയിൽ ചുവപ്പും. അടിച്ചുമപ്പി. പിന്നെ നമ്മൾ പോകുന്ന ഏരിയയിൽ ഇതുപോലെ ഓരോ ബോർഡുകളുണ്ട്. നമുക്കിപ്പോൾ ഗൈഡ് ഇല്ലേലും ഗൈഡിന്റെ സഹായം ഇല്ലേലും എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. ഇത് നമ്മുടെ ചൂണ്ടപ്പനയാണ് കേട്ടോ സ്ഥലം. ചൂണ്ടപ്പന, ആനപ്പന എന്നൊക്കെ. ഇതിന്റെ നമ്മളെ നാട്ടിൽ വേറെന്തോ ഒരു പേര് പറയും ഈ മരത്തിന്. ഇത് എണ്ണപ്പന, പാം ഓയിലൊക്കെ ഉണ്ടാക്കുന്ന അതിന്റെ പ്രോസസ് ചേർത്താ. ചൂണ്ടപ്പന, കാളിപ്പന, ആനപ്പന, ഇരുമ്പന. ഇതിന്റെ പനങ്കള്ളി എത്താനും പിന്നെ പണ്ട് അമ്മച്ചമാരൊക്കെ പറയല്ലേ മുടി പനങ്കല പോലെ വളരുന്നു. ഇതിന്ന് കള്ള് ചെത്തുമായിരുന്നു. ആ കള്ള് ഇപ്പൊ ചെത്താറില്ല, ഇതിന് ചെത്തിയിട്ടില്ല. അല്ല, ഞാൻ ചോദിച്ചു ഈ മരത്തുനിന്ന്. ഇത് മറ്റേ ശബരിമലക്കൊക്കെ പോകുന്ന വണ്ടിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് അല്ലേ? ഈ മാംഗോ മെഡോസിൽ നിരവധി തീമുകളൊക്കെ ഉണ്ട്. അതായത് സസ്യവും സാഹിത്യവും, വിഷവും സസ്യങ്ങളും, ആയുർവേദ യോഗങ്ങളും. അപ്പോൾ നമ്മുടെ സസ്യവും സാഹിത്യത്തിൽ ഉൾപ്പെടുന്നതാണ് ചിംഷിബ വൃക്ഷവും സീതാദേവിയും, പിന്നെ മാധവിക്കുട്ടിയും, നീർമാതളവും, കൃഷ്ണനും, കടമ്പും. അപ്പോൾ നമ്മുടെ ഈ രാമായണം എന്ന ഇതിഹാസത്തിലെ സീതാദേവിയെ രാവണൻ അപഹരിച്ചുകൊണ്ട് പോയപ്പോൾ സീതാദേവി രാമനെയോർത്ത് ദുഃഖിച്ചിരുന്നത് ഈ അശോകവനത്തിൽ ചിംഷിബ വൃക്ഷത്തിന്റെ ചുവട്ടിലാണ്. അപ്പോൾ ഇത് ഈ കൊന്നയുടെ ലെവലിൽ നിൽക്കുന്നുണ്ടോ? ഇത് ശിംഷിബ വൃക്ഷവും സീതാദേവി ഇതാണല്ലേ? ഇതാണ് ശിംഷിബ വൃക്ഷം. ഈ ചെടിയാട്ടോ, ഈ ചെടിയാണ്, ഈ കാണുന്ന ഈ ചെടിയാണ് ശിംഷിബ വൃക്ഷം. ശിംഷിബ വൃക്ഷവും സീതാദേവി. അത് അശോക മരത്തിന്റെ അശോകവനത്തിൽ അങ്ങനെയാണല്ലേ? ഇതെന്താണ്, കാ പിടിക്കോ അതേ പൂ പിടിക്കോ? എന്തായാലും പൂവായിരുന്നു. കഴിഞ്ഞ 2 മാസം മുമ്പ് ഇത് ശിംഷിബ വൃക്ഷം പൂത്തായിരുന്നു. നമുക്ക് ഇവിടെ 4 ടൈപ്പ് രുദ്രാക്ഷങ്ങളുണ്ട്. ഇത് ചോല രുദ്രാക്ഷാണ് കേട്ടോ. പിന്നെ കല്ല് രുദ്രാക്ഷമുണ്ട്, അദ്രാക്ഷമുണ്ട്, നമ്മുടെ ഒറിജിനൽ രുദ്രാക്ഷമുണ്ട്. ഇത് ചോല രുദ്രാക്ഷാണ്. നമ്മൾ ഈ സ്വർണ്ണക്കടയിലൊക്കെ സ്വർണ്ണത്തിന്റെ രുദ്രാക്ഷമാലയില്ലേ, അത് കെട്ടുന്ന ഇതിന്റെ കായാണ്. ഇതിന് മുഖങ്ങളൊന്നുമില്ല കേട്ടോ, അവർ കോളിട്ടൊക്കെ എടുക്കുവാണ്. ഇതാണ് നീർമാതളം. മാധവിക്കുട്ടിയുടെ നോവലിലെ ഒരു കഥാപാത്രമല്ലേ നീർമാതളം പൂത്താൽ. ഇതിന്റെ പ്രത്യേകത ഒരു തണ്ടയിൽ ഇങ്ങനെ 3 ഇല വെച്ചാണ് കേട്ടോ. ഇതാണ് കേട്ടോ, ഈ മരമാണ് നീർമാതളം. ഇത് നമ്മുടെ ഒതളങ്ങ ഇല്ല സാർ, ഒതളങ്ങ. അതിന്റെ ചുമന്ന കളറിലെ ഒതളാണ്. ഇത് ആത്മഹത്യാപ്പഴം എന്ന് പറയും. എടുത്ത് കഴിച്ച അപ്പോഴേ മരിച്ചു ആള് ഡിഫി ആവും. പിന്നെ ഈ മരത്തിന്റെ പേരാണ് കടുവാവിടുക്കൻ എന്ന് പറയും. അതായത് ആദിവാസികളൊക്കെ അവരുടെ ഊരിന് ചുറ്റും ഇതൊരു ബൗണ്ടറി ആയിട്ട് വെച്ചു പിടിപ്പിക്കും കേട്ടോ. ഇതിന് ഇതിനൊക്കെ ഒരു സ്മെല്ലുണ്ട്. അത് നമുക്ക് മനുഷ്യർക്ക് അറിയത്തില്ല, മൃഗങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. തടിച്ച് കിടപ്പുണ്ട്. ചെന്നൈ എക്സ്പ്രസ് കുട്ടിത്തരം. നെല്ലിക്ക, താന്നിക്ക, കടുക്ക, ഈ 3 മരത്തിന്റെ കായ്കളുടെ തോടാണ് ത്രിഫലക്കൂട്ടായിട്ട് എടുക്കുന്നത് കേട്ടോ. നെല്ലിക്ക, താന്നിക്ക, കടുക്ക. നെല്ലിക്ക, താന്നിക്ക, കടുക്ക. ഇത് താന്നിമരം, അത് നെല്ലി, ഇത് കടുക്ക മരം. ഇവിടെ എല്ലാം നമുക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ ഈ മരങ്ങൾ കാണുന്നതോടൊപ്പം ഇതിന്റെ തണലത്ത് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. നടന്ന് തളർന്ന് വന്നാലൊക്കെ ഒത്തിരി ഏരിയ ഉണ്ട് ഇങ്ങനെ ഇരിക്കാം. താണ്ട ഈ ചെറുക്കനുണ്ടല്ലേ ഈ ഹൈസുടാ, ഹൈസുയായി മോനെ ബേളം ഉണ്ടാക്കാതെ വാ, വീഡിയോയിൽ വരുവാ, കരയരുത്. 2 പേര് സൈക്കിളും എടുത്ത് അതിന്റെ കൂടെ നിർബന്ധവും. പിന്നെ സാറേ ഇത് രണ്ടും കടമ്പുമരാണ്. കടമ്പ്, ഇത് ശ്രീകൃഷ്ണ കടമ്പ്, അത് മഞ്ഞക്കടമ്പ്. അങ്ങനെ ഉണ്ടല്ലേ? മേളിലാണ് ശ്രീകൃഷ്ണൻ ഗോപികമാരുടെ ചേല കട്ടിവെച്ചത്. തുണി അവര് കൃഷ്ണനും കടമ്പും. ഇത് ഫിഷിംഗ് ഏരിയ ആണല്ലേ? ഇവിടെ ചൂണ്ടയിടുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് ചൂണ്ടയും തീറ്റയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ചൂണ്ടയൊക്കെ ഇട്ട് ഇവിടുന്ന് കിട്ടുന്ന മീനൊക്കെ കൊണ്ടാകും കേട്ടോ. അത് ശരി. ഇതിനകത്ത് മീനുണ്ടോ?
ആ മീനുണ്ട്. ഇത്രയും പേരൊന്നും ചൂണ്ടയിട്ട മീൻ തീർന്നില്ല. മീൻ വല്ലതും കിട്ടിയായിരുന്നോ? ഒരു രക്ഷയില്ല. മീൻ വന്ന് തീറ്റെങ്കിലും തിന്നുന്നുണ്ടോ? അപ്പൊ മീൻ പിടിക്കല്ല, മീനിന് തീറ്റ കൊടുക്കുക. അല്ല, ആ വലിയ കുളത്തിൽ നമുക്ക് ചൂണ്ടിടാം. ഇവിടെ ഇട്ട് പിടിക്കണം കേട്ടോ. പിന്നെ ഇതിന്റെ മേലൊക്കെ കയറിയിരിക്കുക ഒരു പക്ഷി നിരീക്ഷണ കേന്ദ്രം. ശരി, ആ പാടത്ത് ദേശാടന കിളികൾ വരും അല്ലേ? ഇതിന്റെ അപ്പുറത്ത്, ഈ കനാലിനപ്പുറത്തൊരു പാടം കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ, ഒരു വൈഡ് വ്യൂ നമുക്ക് ഇവിടെ നിന്നാ കിട്ടും. അഞ്ച് സൈക്കിൾ കിട്ടുന്നു. ഈ മുളയുടെ പേര് ബുദ്ധബാമ്പു എന്ന് പറയും കേട്ടോ. ഇതല്ലേ ഈ ശ്രീബുദ്ധന്റെ മുടിക്കെട്ടില്ലേ ചുരുണ്ടിരിക്കുന്നത്, ആ ഷേപ്പാണ് ഈ മുളയ്ക്ക്. അതാണ് ബുദ്ധബാമ്പു എന്ന പേര് കേട്ടോ. ബുദ്ധബാമ്പു ഇതാട്ടോ. സാർ മാംഗോ മൊഡസ് വന്നിട്ട് മാങ്ങ കണ്ടില്ലെന്ന് അറിയാം. മാങ്ങകളുടെ പുൽമൈതാനം. മാങ്ങകളുടെ പുൽമൈതാനം. മാംഗോ മിഡോസിന്റെ മീനിങ് അങ്ങനെയാണല്ലോ വരുന്നത്. അവിടെ വന്നിട്ട് മാങ്ങ ഞാൻ ഇതുവരെ കണ്ടില്ല എന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നു. അതിപ്പോ മാറി. ഇതാ മാങ്ങ എങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടോ, അതുകൊണ്ടാണ് ഇതിന് മാംഗോ പൂൾ എന്ന പേര്. ഇതാണ് മാംഗോ പൂള്. നമ്മൾ നേരത്തെ അപ്പുറത്തെ സൈഡിൽ നിന്ന് കണ്ടില്ലേ? ഇത് പ്രൈവറ്റ് പൂളാണ്. ഇതിനകത്ത് കയറണമെങ്കിൽ ഒരാൾക്ക് 100 രൂപ അല്ലേ? നമുക്ക് റൂമിന് ഫ്രീ ആണ്. റൂം ഉള്ളവർക്ക് ഫ്രീ ആണല്ലേ? കുട്ടികളും മുതിർന്നവരും പ്രായമായവരും അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു തീം പാർക്ക് തന്നെയാണിത്. അത്യാവശ്യം നല്ല ചെടികൾ, അത്യാവശ്യമല്ല ഒരുവിധമുള്ള എല്ലാ ആയുർവേദ സസ്യങ്ങളും മരങ്ങളും പരിചയപ്പെടാം. മാംഗോ കോട്ടേജ് നമ്മൾ താമസിക്കുന്ന പോലെ മറ്റൊരു കോട്ടേജ് അല്ലേ ഇത്? പ്രീമിയം കോട്ടേജ് ആണല്ലേ, മാംഗോ കോട്ടേജ്. ഇതും ആ ലേക്കിലേക്ക് ഓപ്പൺ തന്നെ അല്ലേ? ഏകദേശം ഇവിടുത്തെ പബ്ലിക് വൈൻഡപ്പ് ചെയ്ത് പോകാനുള്ള ടൈമായി വരുന്നല്ലേ? അതാണ് എല്ലാവരും തിരിച്ച് നടക്കുന്നത്. 5 മണി വരെ അല്ലേ? 5 മണിയാകുമ്പോഴത്തേക്ക് അതേ കൈക്കകത്ത് ഒരു ചെടി നട്ടിരിക്കുന്നു. ഇത് ഡയറക്റ്റ് ഹാൻഡ് അല്ല, സംവിധായകന്റെ കൈ എന്ന് പറയും കേട്ടോ. ഇത് മൊത്തത്തിന്റെ സംവിധായകൻ ഞങ്ങളുടെ സാറാ. സാറ് ഈ മരങ്ങളും ചെടികളൊക്കെ സാറിന്റെ കൈക്കുമ്പിൽ സുരക്ഷിതമാണെന്നുള്ള ഒരു മെസ്സേജ്. അങ്ങനെ ഒരു തീം അല്ലേ? അത്തിമരം അത് കേട്ടോ. അത് കാട്ടത്തിയാണ്, നമ്മൾ കഴിക്കുന്ന അത്തിയല്ല. കിളികളൊക്കെയാണ് അതിന്റെ ഫലങ്ങളൊക്കെ കഴിക്കുന്നത് കേട്ടോ. ഇത് മറ്റേ ചീനവലയില്ലേ സാറേ? ചീനവല. ഇത് വലയുണ്ടോ? ഇത് ചീനവലയാ കേട്ടോ. വലയില്ല, എന്നാലും ആ ചീനവലയുടെ നമുക്ക് ഇങ്ങോട്ടൊന്ന് കയറി നോക്കാം. പോവാം. അടുത്ത സ്ഥലം ഐസുവായി സൈക്കിൾ ഓട്ടാൻ പഠിച്ചാ? ഇപ്പൊ നാട്ടിൽ നിന്നും കാണാനില്ലാത്തൊരു മരമാണ് കേട്ടോ. ഇത് പഞ്ഞി മരം. ഇതിൽ കായുണ്ടായി പൊട്ടി ഇങ്ങനെ താഴേക്ക് വീഴും പഞ്ഞി. ഇതാ പഞ്ഞി ഇങ്ങനെ കിടക്കുന്ന കാണാം. പരുത്തി പോലുള്ള പഞ്ഞി. പിന്നെ ഈ മരത്തിന്റെ പേരാണ് മദനകാമരാജ് എന്ന് പറയും കേട്ടോ. മദനകാമരാജ് പേരെത്തി പ്രശ്നമാണല്ലോ. ഇതിന്റെ പ്രത്യേകത രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ അന്ന് പുരുഷന്മാർ ലൈംഗിക ഉത്തേജനത്തിനായിട്ട് ഇതിന്റെ പൂ കായ്ക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. രാജാക്കന്മാര് 8-9 കെട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ചെടിയായിരുന്നടേ. സ്ത്രീകളായിട്ട് വേറെ ഉണ്ട് കേട്ടോ. അത് മദനകാമേശ്വരി. ഇതിലില്ല മറ്റേ ഇപ്പൊ ഉണ്ട്, രാജാക്കന്മാരില്ല, കേസാവും. കാമേശ്വരിയിൽ കായുണ്ട്, ഇതിലില്ല. സ്ത്രീകളായിട്ടുള്ളതാണ് മദനകാമേശ്വരി, അതിൽ കായുണ്ട്. ഇത് കാമരാജ്. ഇനി കാമേശ്വരി ഉണ്ടല്ലേ വേറെ സ്ഥലത്താട്ടോ. നോട്ട് ചെയ്തോട്ടാ ഈ മരം. ഇതിന്റെ കായ എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ ആരെങ്കിലും വേണമെങ്കിൽ അല്ല. ഇപ്പൊ ഒരു ത്രില്ലായി. ഞാൻ കാമേശ്വരിയെ കൂടെ ഒന്ന് കാണാനുള്ള ത്രില്ല്. ഇത് കുന്തിരിക്കാണ് കേട്ടോ സാറേ. ഇതാണ് കുന്തിരിക്കം. ഇത് എങ്ങനെയാണ് ഇതിന്റെ കുന്തിരിക്കം? കറ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കറ കിട്ടും. അതെടുത്ത് ഉണക്കിയാണ് പോയിക്കുന്നത് കേട്ടോ. ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടോ കറ ഇതുവരെയെങ്കിലും? കുന്തിരിക്കം മരം കേട്ടോ. വനത്തിലൊക്കെ നിൽക്കുന്ന സാധനമാണ്. വനത്തിലുള്ള ആൾക്കാർ പോയിട്ട് ഇതിനെ കറ ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ റോസ്മലയിലൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് അങ്ങനെ. ഇതാണ് ഊതുമരം. ഊത്. ഇത് നമ്മൾ 15-20 വർഷം പഴക്കമുള്ള തടിയാണ് അതിന് പാകമായിട്ട് വരുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്തൊരു വണ്ട് വന്ന് പരാഗണം നടത്തും, അല്ലെങ്കിൽ നമ്മളൊരു ഫംഗസിനെ കടത്തിവിടും. അപ്പോൾ ആ ഭാഗമൊക്കെ ഒരു കറുത്ത ഷെയ്ഡായിട്ട് വരും. എന്നിട്ട് ആ വശം ചെത്തി എടുത്തിട്ട് അതിൻ്റെ കറയെടുത്ത് നമ്മൾ പ്രോസസ്സ് ചെയ്തെടുക്കണം. അത് ട്രീറ്റ് ചെയ്തെടുക്കുന്നതാണ്. അതായത് ഈ മരത്തിൽ ആ ജീവി വന്ന് അതുമായിട്ട് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞ് മുറിക്കുമ്പോഴത്തേക്കും ലക്ഷങ്ങളും കോടികളുമാണ് ഈ മരത്തിന്റെ വില.
അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മുറിക്കുമ്പോൾ വെറും വട്ടമരത്തിന്റെ വില പോലും ഇല്ലാത്തൊരു ചെടിയായി മാറും. ഇത് കായച്ചെടിയാണ് കേട്ടോ സാറേ. ഇത് പാൽക്കായം എന്നൊക്കെ പറയും. കായം. ഇതിന് ചെറിയ ചെറിയ മുകുളങ്ങളുണ്ട്, ഒരു കറ ഉണ്ടാവും കേട്ടോ. കായം. സാറിന് സമ്മതിക്കണം കുര്യൻ സാറേ, ഹാർട്സ് ഓഫ് യു. നിങ്ങളിപ്പോൾ ഡേ പാക്കേജ് വരുന്നവർക്കാണെങ്കിൽ എങ്ങനെയാണ് ഗൈഡ് ടൂർ കൊടുക്കുന്നത്? ഗൈഡ് നമ്മൾ നടന്ന് ഗൈഡിങ് പോവാണെങ്കിൽ 1 മണിക്കൂറാണ് നമുക്ക് ഗൈഡിങ്. 1 മണിക്കൂർ. അതായത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് റിക്ഷയുണ്ട്, അത് 4 പേർക്ക് 250 രൂപയാണ്. വണ്ടിക്കകത്ത് നിന്ന് ഗൈഡിന്റെ സഹായത്തോട് പറഞ്ഞു കൊടുക്കും എല്ലാം. അപ്പൊ നമ്മളിങ്ങനെ റോഡ് വഴി തന്നെ പോകും, ഇങ്ങനെ ഏരിയയിൽ കയറത്തില്ല. ബാറ്ററി വണ്ടിയല്ലേ, ഇലക്ട്രിക് റിക്ഷ. പിന്നെ ഇതിന്റെ തൂണൊക്കെ കണ്ടോ സാർ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള തെങ്ങാട്ടോ തൂണായിട്ട് കൊടുത്തേക്കുന്നത്. കോൺക്രീറ്റിൽ തെങ്ങിന്റെ രൂപത്തിൽ ചെയ്തിട്ടാണ് ആ ഒരു ഇതെന്താണ് ശിക്കാര വെള്ളം വന്ന് കയറുന്ന സ്ഥലം അല്ലേ? ശിക്കാര എങ്ങനെയാണ് അത്? പ്രത്യേകം റൈഡാണോ? നമുക്ക് ഒരാൾക്ക് 100 രൂപ പേയ്മെന്റ് ഉണ്ട്. നമുക്ക് 1/2 മണിക്കൂറാണ് ഇതിന്റെ അകത്ത് യാത്ര. ഓക്കെ, അത് എത്ര മണി വരെ ഉണ്ട്? അത് 4:30 വരെ. 4:30 വരെ. ഇത് റൂമാണ്, ഇതാണ് പാടി കോട്ടേജ് എന്ന് പറയും. ഇവിടെ നമുക്ക് 10 റൂമുകളാണുള്ളത്. പാടി കോട്ടേജ്. നമുക്ക് ഇതിന്റെ അകത്തൊരു ചെറിയ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് ഇതിന്റെ പുറകിൽ കേട്ടോ. ഇവിടെ 2 റൂമുണ്ട്, ഇവിടെ 8 എണ്ണമാണ് കേട്ടോ സാർ. അങ്ങനെ മൊത്തം 10 റൂമാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ പല സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലേ? ഇതിനകത്ത് മൊത്തം 22 കോട്ടേജുകളുണ്ട്. 22 കോട്ടേജ്. അതെല്ലാം ഓൺലൈൻ ബുക്കിങ്ങും അല്ലെങ്കിൽ ഫോൺ വഴിയും ബുക്ക് ചെയ്യാല്ലേ? നമ്പറൊക്കെ ഞാൻ ഇതിനകത്ത് തരാം. നിങ്ങൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യണം കേട്ടോ, താമസിച്ചത് എക്സ്പീരിയൻസ് ചെയ്യണം. പാട്ടൊക്കെ കേൾക്കുന്നില്ല. ഹായ്, പഴയ ചായക്കട സെറ്റപ്പ്, സ്നാക്ക് ബാർ. അടുത്തൊരു സ്നാക്ക് ബാറിലെത്തി, പക്ഷെ അത് കണ്ടോ, അതൊരു പഴയ ചായക്കടയുടെ ഇതുപോലെ ഓലയൊക്കെ വെച്ച് മറച്ച്. ചായക്കടയല്ല അല്ലേ? ആണോ? അത് വേറെ ആണോ? ചായക്കട നമ്മുടെ അപ്പുറത്താ ഉണ്ടല്ലേ ചായക്കട. ഇതാണ് നമ്മുടെ നാൽപ്പാമര സോപ്പ്, നാൽപ്പാമര എണ്ണയൊക്കെ ഇല്ലേ സാർ. ഇത് 4 പാൽചുരുത്തും മരങ്ങളാണ് കേട്ടോ. അത്തി, ഇത്തി, അരയാല്, പേരാല്, ഈ 4 മരത്തിൻ്റെയും തോലെടുത്താണ് നാൽപ്പാമരക്കൂട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് സാറൊരു വഞ്ചിക്കകത്ത് നട്ടേക്കുവാണ്, അതാണ് നാൽപ്പാമര വഞ്ചി എന്ന പേര് കേട്ടോ. ഇത് നാൽപ്പാമര വഞ്ചി അല്ലേ? കണ്ടോ, അതാ വാലന്റൈൻസ് ഗാർഡൻ. കേട്ടോ സാർ, അത് പകുതി മനുഷ്യനും പകുതി പ്രകൃതിയാണ്. മരം അല്ലേ? മരങ്ങളും മനുഷ്യനും തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. അത് ഉറ്റു നോക്കുന്ന ഒരു ഭാവി തലമുറയാണ്. താഴെ ഒരു കൊച്ചിന്റെ സ്റ്റാച്ചു ആണ്. ഇത് വാലന്റൈൻസ് ഗാർഡൻ ആണ് കേട്ടോ. പേര് പോലെ തന്നെ കപ്പിൾസിനൊക്കെ വന്നിരിക്കാനും സംസാരിക്കാനും, നിങ്ങൾക്ക് ആരെങ്കിലും പ്രണയിനിയോ പ്രണയിതാവൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെ കാമുകന്മാരെ കാമുകിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാം, ഇവിടെ ചുറ്റിക്കിറങ്ങി കാണാം, അത്രേ ഉള്ളൂ. അത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഏതാണ്ട് നമ്മുടെ മനുഷ്യൻ്റെ ഇത് രൂപം താഴോട്ട് വരുമ്പോഴത്തേ അതൊരു വേര് പോലെ മാറുന്നുണ്ട്. അതാണ് പ്രകൃതിയെ സൂചിപ്പിക്കുന്നത്. അത് നോക്കുന്ന ഭാവി തലമുറയായിട്ടൊരു കുഞ്ഞിന്. ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നത്, ഇവിടെ ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെയുള്ള ബോർഡ് കാണാം കേട്ടോ. അപ്പോൾ അതിൽ ഈ QR വരുമല്ലോ, അത് സ്കാൻ ചെയ്ത് നോക്കി അതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. മൊബൈലിലൊന്ന് സ്കാൻ ചെയ്യുക. ഗുരുദേവൻ്റെ പ്രതിമയും ശിഷ്യന്മാരും. ഇതാണ് വെള്ള ഞാവല് കണ്ടോ. വെള്ള ഞാവല്, ഞാവൽക്കാ ഉണ്ടല്ലേ? ഞാൻ ഒരെണ്ണം പറിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇതല്ലേ? ഇതല്ലേ? ഇതാ ഇതാ നമ്മൾ സാധാരണ വയലറ്റ് കളറിലല്ലേ ഞാവൽ കണ്ടിട്ടുള്ളത്. ഇത് വെള്ള കളറ് ചെറുതായിട്ടല്ലേ? ആ ഞാവലിൻ്റെ അതേ ടേസ്റ്റ് തന്നെ. ശംഖുപുഷ്പ മരത്തിൻ്റെ വലിപ്പം കണ്ടോ? ഇത് കണ്ടോ, ഈ QR നിങ്ങൾ പോസ് ചെയ്തിട്ടൊന്ന് മൊബൈലിൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ടൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നോട്ടോ എട് മോനെ, കഴിച്ചു നോക്ക്. നമുക്ക് പഴുത്ത 2-3 പഴുത്ത ജാമ്പയ്ക്ക തന്ന് ജാമ്പമരമേ ടാറ്റ. ജാമ്പയ്ക്ക് ടാറ്റ പറഞ്ഞിട്ട് വരും മോനെ. അടുത്തോടെ വരുമ്പോഴും ജാമ്പയ്ക്ക് തരണേന്ന് പറയും. ഇതാണ് കൃഷ്ണനാലെന്ന് പറയും കേട്ടോ. കൃഷ്ണനാലെന്ന് കേട്ടിട്ടുണ്ടോ സാറ്? അതായത് ശ്രീകൃഷ്ണൻ വെണ്ണ കട്ട് തിന്നതില്ലേ, ഈ ആലിന്റെ പുറകിൽ ഇങ്ങനെ ഒരു കുമ്പിള് പോലെ ഉണ്ട് കണ്ടോ. കുമ്പിള് കൂട്ടിയത് പോലെ അല്ലേ? എല്ലാ ഇലയിലും ഉണ്ട് അത്. ശരിയാ, ഇതാണ് കൃഷ്ണനാല്. കൃഷ്ണനാല് കേട്ടോ. അതിന്റെ മരം ഇഞ്ഞകത്ത് ഈ നിൽക്കുന്നതാ മരം. കല്ലെടുത്തിറങ്ങിയരുത്. എന്നാ പിന്നെ അതവിടെ ഇട്ടേക്ക്. സൈക്കിൾ വേണ്ടേ? സൈക്കിൾ എടുത്താ മോനെ. അങ്ങോട്ടൊക്കെ വരാനുള്ള ഇതാ. അടുത്ത എസ്റ്റാബ്ലിഷ്മെന്റ് നടക്കുന്നേ ഉള്ളൂ, ഇങ്ങോട്ടൊക്കെ വരും. പിന്നീട് ആനസവാരി, കുതിരസവാരി ഒക്കെ ഉണ്ടാവും കേട്ടോ സാറേ. ഇവിടെ ഇങ്ങനെ
ഇതൊരു ആനപ്പന്തൽ മോഡലല്ലേ പണിത്. പിന്നെ അടുത്ത ഇത് വരാനുള്ള ആനയൊക്കെ വരുമല്ലേ? അല്ല, ഇത് നമ്മുടെ ചങ്ങമ്പുഴ വൈലോപ്പള്ളി വാഴക്കുലയില്ലേ? വാഴക്കുലയാണ്. അത് നോക്കി അത് ഇവിടെ നിന്ന് കണ്ട ഒരു ചായക്കടയുടെ ഫീലല്ലേ പഴയ കാലം. കോലയും കൂടി വെച്ച കാണല്ലേ? അത് ഇതിലേ കയറാം. അത് വരും, അങ്ങോട്ട് വരും. പൊക്കുടനാ പുള്ളി അനുസ്മരിക്കുന്നതിന് വേണ്ടി കണ്ടൽ പൊക്കുടനും കണ്ടൽ മക്കളും ഒരു സ്റ്റാച്ചു ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൊല കണ്ടോ കൊച്ചു പഴുത്ത് നിക്കണം. നോക്കി ചങ്ങമ്പുഴയുടെ വാഴക്കുല. നമ്മൾ നേരത്തെ നീർമാതളം കണ്ടല്ലോ, നീർമാതളം പൂത്തപ്പോൾ അതുപോലെ ചങ്ങമ്പുഴയുടെ മലയപ്പുഴൻ്റെ നമ്മോട് പറയുന്നു. ഒരു അമ്മുമ്മയും അവിടെ വാഴക്കുല വെട്ടി ജന്മിക്ക് കൊടുക്കാൻ നിൽക്കുന്ന എന്താണ് പണിക്കാരനും ജന്മിത്വ അടിമത്തത്തിൻ്റെ ഇത് കഥ പറയുന്നതാണ്. ഇതൊന്ന് വായിച്ചു നോക്കിയോളൂ. എനിക്ക് ഹൈസു സൈക്കിൾ പാർക്ക് ചെയ്ത് ഇറങ്ങിയോ, നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാം. താഴെ കുഴിയിൽ ഇറക്കരുത്, ഇനി മുകളിൽ കൂടെ പോകണം. ഇതിനകത്ത് മീനുണ്ട്. അപ്പുറത്ത് ചാടാൻ പറ്റുമോ? ചാടാൻ പറ്റൂല, കാല് തെറ്റിയാൽ വെള്ളത്തിൽ വീഴും. പക്ഷെ വലിയ ആഴമൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഒരു ശിവൻ്റെ അതാ കാർപ്പ് മീനുണ്ട്, ഇഷ്ടംപോലെ മീനുണ്ട്. ഇതാ ശിവൻ്റെ ഒരു പ്രതിമയും അതിൻ്റെ തലേന്ന് വെള്ളം പോകുന്ന അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ഇത് വരുന്നത്, സൂര്യൻ വരുന്നത്. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഈ സൈഡിലോട്ട് പോവാം. ഗംഗ ഉത്ഭവിക്കുന്നതിനെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഓ പൊക്കോ. സൃഷ്ടിക്കുട്ടി, ഇത് നമ്മൾ മത്സ്യകന്യകയൊക്കെ കണ്ടിട്ടില്ല, അതുപോലെ നമ്മുടെ വൃക്ഷകന്യകയാണ്. ഇത് മാംഗോ മഡോസിലെ ഒരു കൺസെപ്റ്റാ കേട്ടോ. വൃക്ഷകന്യകയെ കണ്ടു ഗൈസ്. ഇതാണ് നമ്മുടെ നക്ഷത്രവനം, അതായത് നമ്മുടെ നാൾ വൃക്ഷങ്ങളാണ് ഇവിടെ. അശ്വതി തൊട്ട് രേവതി വരെയുള്ള നാളും ആ നാളിന്റെ വൃക്ഷങ്ങളുമാണ് കേട്ടോ. അശ്വതിയുടെ കാഞ്ഞിരാണ് കേട്ടോ, ഭരണിയുടെ നെല്ലി, കാർത്തികയുടെ അത്തി, രോഹിണിയുടെ ഞാവല്, അങ്ങനെ നമുക്ക് 27 നാളിന്റെ മരങ്ങളാണ് കേട്ടോ സാറേ ഇവിടെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. കാർത്തിക നാൾ തൗസുവിൻ്റെത്. എൻ്റെ ഇവിടെ ഇലഞ്ഞിയാണ് വേണ്ടത്. ഞങ്ങൾ രണ്ടിന്റെ രേവതിക്കാരാണ്ട ഏറ്റവും അറ്റത്ത് ഇലിപ്പ. പിന്നെ പൂയത്തിന് മാത്രം വലിയൊരു മരം ആലി അറിയാലോ, ബോധിവൃക്ഷം. പിന്നെ ഉത്തരനാളുകാരുടെ മരമാണ് ഇത്തി. മൂല നക്ഷത്രത്തിന്റെ മരം വെള്ളപ്പൈൻ, അത് വലിയൊരു മരം. റബ്ബറിന്റെ കറ പോലെ ഈ വലിയ മരം കേട്ടോ, വെള്ളപ്പൈൻ. ഇവിടുന്ന് അങ്ങേയറ്റം വരെ നമ്മുടെ വെജിറ്റബിൾ ഗാർഡനാ കേട്ടോ സാറേ. ഇതിനകത്ത് കയറി പോകാൻ പറ്റുമോ? ഇതൊക്കെയാണ് നമുക്ക് കാണേണ്ടത്. ഇത് അലോവേര, കറ്റാർ വാഴ അല്ലേ? കറ്റാർ വാഴ. ഇത് പല വെറൈറ്റിയിലെ മധുരക്കിഴങ്ങില്ലേ, അതാണ്. ഇതിന് വെള്ളയാണ് അതിന്റെ കളറ്, ഇതിന്റെ കിഴങ്ങിന് വയലറ്റ് കളറാണ്. ഇത് രണ്ടും. ഇത് അതും മധുരക്കിഴങ്ങ് തന്നെ അല്ലേ? ഇതിന് വയലറ്റ് കളറ്. ഇത് പെരിഞ്ചീരകമാണ് കേട്ടോ സാറേ. അത് ഏതാണ്? ബാ പെരിഞ്ചീരകം കാണാം നമുക്ക്. ബാ, ഇത് തുളസി അല്ലേ? അതല്ല, ഇതിന്റെ അകത്ത് നിൽക്കുന്നത് ഇതാ പെരിഞ്ചീരകം. അൻസി പെരിഞ്ചീരകം കണ്ടിട്ടുണ്ടാ? പെരിഞ്ചീരകം മരം താണ്ട ഇത് ഈ തുളസിയുടെ ഇടയിൽ നിൽക്കുന്നത്. ഇതാ നോക്ക്, മണപ്പിച്ച് നോക്ക്. ഒരു ഇല എടുത്ത് ഇറച്ചിക്കറിയിൽ ഇട്ടാ മതി. ഏതാണ്? സഫേദ് മുസ്ലി നാടൻ വൈയാഗ്രത ഇല്ലേ, ഇതാണല്ലേ അതിന്റെ ബോർഡാണ്. ഇതാണ് കേട്ടോ അത് പ്ലാന്റ്. ഇത് വെച്ചേക്കുന്നതേ ഉള്ളല്ലേ, നട്ടു പിടിപ്പിച്ചു തുടങ്ങിയതേ ഉള്ളല്ലേ? അല്ല, ഇതുണ്ടാ, ഇതിന്റെ അടിയിലുണ്ട് അതിന്റെ കിഴങ്ങ്. അത് ശരിയാ, കിഴങ്ങാണ് എടുക്കുന്നത്. പിന്നെ
പിന്നെ ഇവിടെ നമുക്ക് പല ഭാഗത്തായി 101 തരം മാവുണ്ട്. അതാണ് മാംഗോ മെഡോസ് എന്ന പേര്. ഓ ഇതിനകത്തല്ലേ, ഇതിന് ചുറ്റുമായിട്ട് 101 വെറൈറ്റി ഉണ്ട്. പിന്നെ ഇത് ചുമട് താങ്ങിയില്ലേ സാറേ, പണ്ട് കാലത്ത് പരസകായമല്ലാണ്ട് ചുമടൊക്കെ എടുക്കത്തില്ല. പക്ഷേ ഇത് പണ്ടത്തെ അല്ല, അതിനെ പ്രതിപാദിക്കുന്ന രീതിയിൽ പുതിയതൊന്ന് ചെയ്ത് വെച്ചേക്കുന്നല്ലേ. കല്ല് 3 കല്ലിട്ടേക്ക് അങ്ങനെയുള്ള ചൂട് താങ്ങി ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ നാട്ടുപുറത്തൊക്കെ റോഡിന് സൈഡില്. പിന്നെ ഇത് പഴുതാരച്ചെടിയാണ് കേട്ടോ സാറേ, പഴുതാരനെ പോലെ ഉണ്ട്. ശരിയാ, നമ്മൾ മരച്ച് തേച്ച് കഴിഞ്ഞാൽ ആ വിഷാംശങ്ങളൊക്കെ പോവല്ലേ. പഴുതാരയുടെ ഷേപ്പിലുള്ള ചെടി, എന്തെല്ലാം ചെടികളല്ലേ. ഇവിടെ വടുകപ്പുളി എന്നൊക്കെ പറയും, കറിനാരകം. ഇതാണ് പൊന്നാങ്കണ്ണി ചീര, കാഴ്ചശക്തിക്കൊക്കെ. അത് നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറ വിറ്റ ചീരയാണ് കേട്ടാ. ആവശ്യം പോലെ ഇവിടെ കിടപ്പുണ്ട്. ഫിറോസ് ചുട്ടിപ്പാറ ഇത് വിറ്റ് കോടീശ്വരനായെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ സ്റ്റീവിയ എന്നൊക്കെ പറയല്ലേ, ഷുഗറുകാർക്ക് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടൊരു നമുക്കൊരു മധുര തുളസി ചായ കുടിക്കാം. മധുരം ഈ തുളസിയുടെ ഇലയ്ക്ക് മധുരം. ഇത് ചായയിലിട്ടാ ചായക്ക് മധുരം വരൂല്ലേ. എന്റെ തൈ ഇട്ടാ എന്തെങ്കിലും വഴിയുണ്ടോ? തൈയുണ്ട്, നമുക്ക് നഴ്സറി കിട്ടും. ഉണ്ടല്ലേ. ഇതാണ് പുകയില കേട്ടോ, ടുബാക്കോ. പുകയില നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. ഇതാണ് പുകയില. ഇതിന്റെ എന്താണ് എടുക്കുന്നത്? ഇലയാണോ? നമ്മുടെ മുറുക്കുന്ന ഇല, നമ്മൾ വേടിച്ച് കെട്ടിയൊക്കെയില്ലേ, ഇതങ്ങനെ നിക്കോട്ടിൻ അടങ്ങിയിരിക്കുന്നു. കേറിയാൻ ഫ്രണ്ടില്ലേ, കാല് നോക്കിക്കോളേ. പിന്നെ അല്ല, തള്ളയും പിള്ളയും കൂടെ അതാ സൈക്കിളിൽ പറക്കണ. ഇതൊക്കെയാണ് ഇവിടുത്തെ രസം. കലപ്പേന്തിയ കർഷകൻ ആണാ പുള്ളിക്കാരനാണ് ഇതെല്ലാം നോക്കി നടത്തുന്ന ആള് കേട്ടോ. തോട്ടം ഇല്ല സാറേ, ഏതൻ തോട്ടം. അതിന്റെ ബാക്ക് സൈഡ് ആണ്. അതിന്റെ അകത്തുണ്ട് റംബൂട്ടാൻ, ചതുരപ്പൂ, ഒക്കെ ഇല്ലേ. റംബൂട്ടാൻ എന്താ പിടിച്ചു വരുന്നു, പഴുക്കുമ്പോൾ ആൾക്കാർ പറിച്ചോണ്ട് പോകില്ലേ വരുന്നവര്. പിന്നെ മറ്റേ സ്റ്റാർ ഫ്രൂട്ട്. ഏതൻ തോട്ടത്തിൽ കംപ്ലീറ്റ് ഫ്രൂട്ട്സ് ആണല്ലേ. പിന്നെ ഇതൊരു ചീരയാണ് കേട്ടോ സാറേ. ഇത് ഭാഗ്യച്ചീര, മരച്ചീര, പ്രഷർ ചീര എന്നൊക്കെ പറയും. സൗഹൃദ ചീര എന്ന് പറയും കേട്ടോ. മരം പോലെ നമുക്ക് ഈ പ്രഷറൊക്കെ പെട്ടെന്ന് കൂടുന്നവർക്ക് ഇതിന്റെ ഇല തോരൻ വെച്ചൊക്കെ കഴിക്കാം. പിന്നെ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരികയല്ലേ, അപ്പൊ ഇതിന്റെ ഇല തോരൻ വെച്ച് കഴിഞ്ഞാൽ അവര് ദേഷ്യമൊക്കെ മാറി പെട്ടെന്ന് സൗഹൃദമാകും. അതാണ് സൗഹൃദ ചീര കേട്ടോ. സൗഹൃദ ചീര കറി വെച്ചാലേ കൊള്ളാം, വല്ലാത്ത ചവ. ഇത് ആ വലിയ മരത്തിൽ നിൽക്കുന്ന കായ കേട്ടോ, ഇന്ത്യൻ ബദാം. ഇതാണ് മറ്റേ ഇലാമപ്പഴം പിടിക്കുന്ന മരം. ഇലാമപ്പഴം കണ്ടോ? അല്ല, രാവിലെ കയറല്ലോ. തല കുഞ്ഞോ. ഇവിടെ കയറ് പിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ സാറേ, കയർ നിർമ്മാണം. അതിനിപ്പോ കാണാൻ പറ്റും. അവരിപ്പോ 5 മണി വരെ ഉള്ളു അല്ലേ, നാളെ വരുവുള്ളൂ. ആലും മാവും കൂടി വെച്ചേക്കുന്നോണ്ടാണ് അങ്ങനെ പറയുന്നല്ലേ. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇളനീർ പന്തലൊക്കെ ഉണ്ട്, അവിടെയൊക്കെ അടച്ചിന് നാളെ ഉണ്ടാവും. ആലും മാവും കൂടെ വെച്ചിട്ട് അത് ആത്മാവ്. ആ മരത്തിൽ കുറെ കാടക്കുന്ന എലിഫന്റ് ആപ്പിൾ എന്ന് പറയും. നമ്മൾ അച്ചാറിടാനായിട്ടൊക്കെ എടുക്കുന്നതാണ് കേട്ടോ. എന്ത് പുളിയുള്ളതാണോ അത്? നമ്മൾ ഉണ്ടായി വരുന്ന കിളുന്താണ് എടുക്കുന്നത്, അതിനൊരു പുളിയുണ്ട്. തൊട്ട് നോക്കി, പശുമ്പയുടെ ചെവി തൊട്ട് നോക്കി. എന്താ പട്ടി കുരയ്ക്കണണ്ട? പശുമ്പ തൊട്ട് നോക്കി, പേടിയാവണ. ചെവി തൊട് തൊട്ടോ, മോൻ തൊട്ടോ, തൊട്. അത്രേ ഉള്ളു. വാ, ആ മാമൻ തിരിഞ്ഞു നോക്കണം. ഇഞ്ഞു വാ. ഇനി നമുക്ക് റിയൽ പശുമ്പേ തൊടാൻ പോവാം. എമൂനൊക്കെ ഉണ്ടോ? മുട്ടയിട്ട് ടാൻപക്ഷി അടയിരിക്കുന്ന എമുവിന്റെ മുട്ടയാണ് ആ പച്ച കളർ കേട്ടോ. എവിടെ? എമു എഗ് വെച്ച പെൺപക്ഷി മുട്ടയിടും, ആൺപക്ഷി അടയിരിക്കും. അതൊരു വൃത്തിയിട്ട പരിപാടിയാണ് ആൺപക്ഷി. എവിടെ ആൺപക്ഷി മുട്ടയിട്ടാ കൊള്ള അടയിരുന്നുള്ളൂ. ഇത് എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലേ. ഇതാണ് കേട്ടോ എമുവിന്റെ മുട്ട. ക്ലോസ്ഡ് ആണ്, എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇതാണ് എമു.
ഞാൻ അയച്ചു വിട്ടു. അത് അഴിച്ചു വിട്ടേക്കുന്നത്. യമു പെൺപക്ഷി മുട്ടയിടും, ആൺപക്ഷി അടയിരിക്കും. ആണുങ്ങൾക്ക് മാനക്കേടുണ്ടാക്കാനായിട്ട്. അതാണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അതാണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലേ ചേച്ചി? ഇതാണ് വെച്ചൂർ പശു ഇല്ല സാറേ, ചെറിയ പശു. വെച്ചൂർ പശു. ഇത് യഥാർത്ഥ വലിയ പശു ആണല്ലേ? തരുവുള്ളൂ. നമുക്ക് 1 ലിറ്റർ പാലൊക്കെ കിട്ടുള്ളൂ, നല്ല ഔഷധ ഗുണം. വെച്ചൂർ പശു ആണാണ്. പിന്നെ അതൊരെണ്ണം കാസർഗോഡ് കൊള്ളത്. ഏതാണ്? അത് ഇതാണ് വെച്ചൂർ പശു കേട്ടോ. ഇത് കാസർഗോഡ്. നമ്മ അടുത്തോട്ട് പോവാം. സൂക്ഷിച്ച് നടക്കണം. ഇതാണ് കാസർഗോഡ് കുള്ളൻ. കൊച്ചു പോവാ. തൊട്ട് നോക്കിയോളി. തൊട്ട് നോക്കിയോ? തൊട്ട് നോക്കിയോ? തൊട്ട് നോക്ക്. കാലല്ല, കൈ വെച്ച് തൊട്ട് നോക്ക്. ഇത് നമ്മുടെ വലിയ പശു. ഇവിടുത്തെ പശുവിന്റെ പാലാ നമ്മുടെ ചായക്കടയിൽ എടുക്കും. ചായക്കടയിലല്ലേ? അത് കാള. ഇതാട്ടോ പശു. ഇനി ഇങ്ങോട്ട് നടന്നു വരുമ്പോ ഇത് റൂമാണ് കേട്ടോ, ഫാം കോട്ടേജ്. നീ ഏത് കളർ സൈക്കിൾ? ഇവിടെ വന്നാണ് സൈക്കിൾ എടുക്കേണ്ടല്ലേ? ഇവിടെ നമ്മളിപ്പോ ഒരു സൈക്കിൾ എടുക്കുവാണ്. ഇവിടെ ഒരു സൈക്കിൾ എടുക്കുവാണെങ്കിൽ നമ്മൾ എടുക്കുന്നവിടെ പേര് പറഞ്ഞിട്ട് ഒരു 100 രൂപ അഡ്വാൻസ് കൊടുക്കണം. അത് ശരിയാ. നമുക്ക് അരമണിക്കൂറാണ് സൈക്കിൾ ഇവിടെ തിരിച്ച് ഏൽപ്പിക്കുമ്പോ ആ പൈസ തിരിച്ചു തരും കേട്ടോ. നമുക്ക് റൂമിന് ഫ്രീ ആണ്. അതായിരുന്നു നോക്കാം. റൂമിന് പൈസ കൊടുക്കാൻ വേണ്ട, വേണ്ട. സൈക്കിൾ എടുത്ത് പോവാം അല്ലേ? റൂം എടുത്ത എന്തൊക്കെ സൗകര്യങ്ങളെന്ന് അറിയോ? ശരിക്കും റൂം എടുത്ത് വേണം ഇവിടെ കാണാൻ വരാം അല്ലേ? ഇതൊക്കെ ഫ്രീ ആണല്ലേ? റൂമാണ്. റൂമുകൾക്ക് ഇത് ഫ്രീ ആണ്. അല്ലാണ്ട് വരുന്ന ഗസ്റ്റിന് നമ്മൾ 100 രൂപ സെക്യൂരിറ്റി പേയ്മെന്റ്. അതായത് ഇവിടെ വന്ന് നമ്മൾ സൈക്കിള് ഡെയിലി വരുമ്പോൾ എടുക്കുക, 100 രൂപയുടെ ഏൽപ്പിക്കുക. അരമണിക്കൂറാണ് ടൈം. അരമണിക്കൂറിനകത്ത് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ആ 100 രൂപ നമുക്ക് തിരിച്ചു തരും. ശ്രീബുദ്ധം ഭക്ഷണം കഴിച്ചിരുന്ന പാത്രം. ശ്രീബുദ്ധൻ ഭക്ഷണം കഴിക്കാനും ഭിക്ഷയാചിക്കാനും ഒക്കെ പാത്രമായിട്ടൊക്കെ ഉപയോഗിച്ചതാ കേട്ടോ. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ 2 പാത്രമായിട്ട് കിട്ടും. പിന്നെ ഇതിന്റെ അകത്തൊരു വെളുത്ത ദ്രാവകം ഉണ്ട്, അത് വിദേശികളൊക്കെ മദ്യത്തിന് വീര്യം കൂട്ടാനായിട്ടൊക്കെ. തിരുവട്ടക്കായ അല്ലേ? मैंने प्यार किया तो डरना क्या, मैंने प्यार किया. ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിളിന്റെ സ്റ്റാച്യു. ഇത് ഭയങ്കര വലിപ്പമുണ്ട് കേട്ടോ. ഒരു ബൈബിൾ ഉയർത്തി വെച്ചിരിക്കുന്ന പോലെ. 702 703 പേജ്. അല്ല, എഴുത്ത് വരെ അതേപോലെ ഉണ്ട് കണ്ട എഴുതിയിരിക്കുന്നത്. രാത്രി ഇതിലൊക്കെ ലൈറ്റൊക്കെ കത്തും കേട്ടോ. ഇവിടെ വേറൊരു അന്തരീക്ഷമായിരിക്കും ലൈറ്റ് എല്ലാം ഇട്ട് വരുമ്പോ. ഇപ്പൊ ബൈബിളിൽ പറയുന്ന സസ്യങ്ങളല്ലേ? ഇങ്ങനെ ഉണ്ട് കേട്ടോ ബൈബിളിന്റെ പുറകുവശത്ത്. അതിനകത്തുള്ള ഈ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഓരോ സസ്യങ്ങളാണ്. ബൈബിള്. ഇത് ബൈബിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ബൈബിള് പാരായണം ചെയ്യണം താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് ബൈബിള് വായിക്കാം. കാഷ്യൂനട്ടും അതിന്റെ ഇതും കൂടെ നിക്കണുണ്ടോ? മുന്തിരി ഏതാ? അതാ ഇത് മുന്തിരി ചെടിയാ. മുന്തിരി പിടിച്ചില്ലല്ലേ? കാച്ചിട്ടുണ്ടോ ഇത്? ഇത് കട്ട് ചെയ്താണ്ട് നിർത്തണം അല്ലേ? ഇവിടെയൊക്കെ കുട്ടികളുടെ കുറെ ആക്ടിവിറ്റി ഏരിയ ഉണ്ട് കേട്ടോ, കുറെ റൈഡ്സ് ഒക്കെ ഉണ്ട്. അതെല്ലാം 5 മണിയാകുമ്പോ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നാളെ രാവിലെ ഇനി ഓപ്പൺ ആവും. നമ്മൾ ഈ ഹോമത്തിനൊക്കെ എടുക്കുന്ന അഷ്ടഗന്ധം എന്നൊക്കെ കേട്ടിട്ടില്ല? അഷ്ടഗന്ധം ഇട്ടിന്റെ അകത്താക്കി നിർത്തിയേക്കാണ് കേട്ടോ. അപ്പൊ അതൊരു 8-നകത്താണ് അത് കാണിച്ചു തരുന്നത്. 8-നെ പോലെ ചെയ്തിട്ട് അതിനകത്താണ് ഈ അഷ്ടഗന്ധങ്ങളെല്ലാം നട്ടിരിക്കുന്നത്. ഇത് ഇത്രയും വലിയ മീൻ തന്നെ, അതേ നമുക്ക് വലുതായിട്ട് ഫീൽ ചെയ്യുന്നത്. ആണോ? വലിയ മീനാട്ടോ. ഒരു 6-7 കിലോ വരുന്ന രീതിയിൽ. വലിയ ടാങ്ക്. വലിയ ഏതാണ്? നീലവാഹ. അടിപൊളി. ഹൈസൂന് ഇഷ്ടപ്പെട്ടല്ലേ മോനെ? വലിയ മിമ്മി അല്ലേ? കൊച്ചുകുട്ടികൾക്ക് ഇത് ഭയങ്കര കൗതുകമായിരിക്കും കേട്ടാ. ഇത്രയും വലിയ മീനെ ഇങ്ങനെ അടുത്ത് കാണുന്നത് ഭയങ്കര മീനാണ്.
നമ്മള് കറങ്ങിത്തിരിഞ്ഞ് ചായക്കടയിലെത്തി കേട്ടോ. ചായക്കടയിലെത്തിയപ്പോ ചായ തീർന്നു പോയി. നാണ്ടെ മറ്റേ നാളെ ഇങ്ങനെ എടുക്കുന്നൊക്കെ ഷൂട്ട് ഓർമ്മയിലല്ല ബോയിലർ അല്ലേ, ഇതിനെന്താ പറയുന്നത്? സമോവർ. സമോവറിൽ ഉണ്ടാക്കുന്ന ചായ കഴിഞ്ഞു അല്ലേ ചായ? 2 ചായ തരാനും ഇല്ല, പാല് കട്ടൻ തരാനാ? അത് ശരി. ആ ഇത് ചക്രപ്പുരിയാണ്. നമ്മൾ പണ്ട് കൃഷിക്ക് വെള്ളം കയറ്റി ഇറക്കിയൊക്കെ ചെയ്യുമല്ലോ. വെള്ളം പാടത്തോട്ട് ഒഴുക്കി വിടുന്ന തേവി വിടുന്ന സാധനമാണിത്. അതിലൊരു നാടൻ പാട്ടൊക്കെ ഉണ്ട്. ഈ കാണുന്ന നമ്മുടെ തേയിലത്തോട്ടാണ്. അതിന് ചുറ്റും തേയിലയാണ് നട്ടേക്കുന്നത്. ആ ടവറിന്റെ മേളിലൊക്കെ നമുക്ക് കയറിയിരിക്കാവുന്നതാണ്. കയറിയിരുന്ന് തേയിലച്ചെടി കാണാം. ഇത് മറ്റേ കൊളുന്ത് നുള്ളുന്നൊന്നുമല്ല അല്ലേ, ചുമ്മാ നട്ടിട്ടേ ഉള്ളല്ലേ? നുള്ളി എടുക്കാറുണ്ട്. തേയിലത്തോട്ടം. നമ്മ പിന്നെ കയറാത്ത അത് കുട്ടികളുടെ പാർക്കല്ലേ? ഇതിനകത്ത് വന്നാൽ കുട്ടികൾക്ക് റൂമിൽ സ്റ്റേ ഉള്ളവർക്ക് രാത്രി ഉപയോഗിക്കാം അല്ലേ, 9 മണി വരെ ഉപയോഗിക്കാം അല്ലേ? ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആൾക്കാർ ആ പാർക്കിൽ കയറിക്കോ, അതിലേ വാ. ഹൈസു ഹാപ്പിയായി അതിലേ ചെല്ല്. ആ ഏലവും നട്ടിട്ടുണ്ടല്ലേ? തേയിലയും ഏലവുമാണ്. ആ എന്താണ് ഇടുക്കിയുടെ ആ ഒരു ക്ലൈമറ്റ് വേണ്ടേ അത് വളരാൻ. ഇത് മസ്ജിദാണ് നിസ്കരിക്കാൻ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ഉണ്ടല്ലേ? ടോയ്ലറ്റ് 2 പേർക്കും ഉണ്ട്. അല്ലാണ്ട് ഒന്നിച്ചിരുന്നാണ് നിസ്കരിക്കുന്നത്. മസ്ജിദിന് പുറകെ കൂടെ നമ്മൾ പോകുന്നത്. ഇവിടെ ഒരു ഊതുമരം ഉണ്ട്. ഇവിടെയുണ്ട് ഊത്. മസ്ജിദിന്റെ അടുത്ത് ഇവിടെ നമുക്ക് 50 പേർക്കൊക്കെ ഒരുമിച്ചൊക്കെ ഇരുന്ന് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളാണ്. സൗകര്യം ഉണ്ടല്ലേ? ഇവിടെയാണ് നമ്മുടെ പബ്ലിക് സ്വിമ്മിംഗ് പൂള് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഇത് റൂമുകാർ അതാണ് നല്ലതല്ലേ? ഇതിങ്ങനെ ചതുരത്തില്. ഇവിടെ നമുക്ക് 6 അടി വരെയൊക്കെയാണ്. ഇറങ്ങുന്നിടത്ത് 4, ഇവിടെ 6. അത്രേ ഉള്ളൂ അല്ലേ? ആ കിഡ്സിന് വേണ്ടി ചെറിയൊരു പൂൾ ഇപ്പുറത്തുണ്ട്. ഇതിനകത്ത് വെള്ളം കെട്ടി നിർത്തി കിഡ്സിന് വേണ്ടി ചെറിയൊരു പൂള് ചെയ്തിട്ടുണ്ട്. ഇത് വലിയ ആഴമുള്ളതല്ല, 4 ഫീറ്റും ഇങ്ങേറ്റത്ത് 6ഉം ആണ്. ഇവിടെ ഡേ ടിക്കറ്റ് എടുത്ത് വരുന്ന എല്ലാവർക്കും ഇറങ്ങാൻ പറ്റുന്ന പൂളാണ് കേട്ടോ. നേരെ ഇരുട്ടി വന്നപ്പോ ഇവിടുത്തെ ഭംഗി മാറി തുടങ്ങി കേട്ടോ, വേറൊരു വൈബായി അല്ലേ? വണ്ടിയൊക്കെ ഇതൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെയാണ് പബ്ലിക് എൻട്രി വരുന്നത് അല്ലേ? നമ്മുടെ വെൽക്കം ഏരിയ ഇവിടെയാണ്. ഇവിടെ ഇരുത്തി ആൾക്കാരെ വെൽക്കം ചെയ്തിട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. വണ്ടികളൊക്കെ ബസ്സെല്ലാം ഒതുക്കി, ട്രെയിനൊക്കെ ഒതുക്കി. അപ്പൊ കഴിഞ്ഞോ നമ്മുടെ? കാവും കൂടെ ഉണ്ട്. ഞാൻ കാവിൽ പോണോന്ന് പറഞ്ഞത് അവിടെ ഒരു പാമ്പിനെ പോലുള്ള ഒരു വള്ളി പടർന്ന് നിൽക്കുന്നുണ്ട്. അത് എന്താണെന്ന് അറിയാനേ. റെസ്റ്റോറന്റ് വന്നിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെയാണ്, നല്ല ഫുഡ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു VR ഷോയും ടൊൾഡി ഉണ്ട്. അത് നമുക്ക് 100 രൂപയാണ് അത് രണ്ടും കാണുന്നത്. രണ്ടിനും കൂടെ 100 രൂപ അല്ലേ? പിന്നെ അല്ലാണ്ട് പിള്ളേർക്ക് കുറച്ച് ഇലക്ട്രിക് ഇങ്ങനെ ബൈക്കും കാറൊക്കെ ഉണ്ട്. അത് നമ്മൾ 3 റൗണ്ട് പോവാണെങ്കിൽ 100 രൂപയാണ് കേട്ടോ. അതൊക്കെ നാളെ പകല് നമുക്ക് വന്നിട്ട് നമുക്ക് ഈ ഗൈഡ് ടൂർ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്ഥലം കണ്ട്. ഒത്തിരി ടൈം എടുത്തല്ലേ? സാധാരണ ഇത്ര എടുക്കൂല. 1 മണിക്കൂർ അല്ലല്ലേ? ഇത് അതിൽ കൂടുതലായി. പരശുരാമന്റെ സ്റ്റാച്ചു, നമ്മുടെ ഏറ്റവും ഉയരം കൂടിയ പരശുരാമന്റെ സ്റ്റാച്ചു ആണ് കേട്ടോ. ഏറ്റവും ഉയരത്തിലുള്ള പരശുരാമന്റെ സ്റ്റാച്ചു ഇതാണ്. സൂര്യ അസ്തമിച്ച് തുടങ്ങിയത് കൊണ്ടാണ് അതിനൊരു ഭംഗിയല്ല, ഒരു വെളിച്ചക്കുറവ്. കൈത മഴ എറിയാണ്. കേരളം ഉണ്ടാക്കാൻ വേണ്ടി, കേരളം നിർമ്മിക്കാൻ വേണ്ടി, മഴ എറിയാൻ വേണ്ടി പരശുരാമൻ തയ്യാറായി നിൽക്കുകയാണ്. ഇത് കാവാണ്. അമ്പലം ഉണ്ടല്ലേ? കാവ് തത്വമസി ശാസ്താവാണ്. ഇത് നമുക്ക് കാവിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കുളം ഉണ്ട് കേട്ടോ സാറേ. ഇത് അങ്ങോട്ടുള്ള കൽപ്പടവുകളാണ്. ഇത് കണ്ടോ? കുളത്തിലേക്കുള്ളത്. അതോട്ട് കേറാമോ?
കേറാം. ദാ. ചെരുപ്പിട്ടോണ്ട് കയറാലോ അല്ലേ? ഇവിടെ തുളസിത്തറ. തുളസിത്തറ പണ്ട് കാലത്ത് അത് പൂർവികരുടെ കാലത്തൊക്കെ ഇത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു മുറിവൊക്കെ വരുമ്പോ ഓടിപ്പോയി നമ്മൾ പൂർത്തിയാണ് പറിക്കുന്നത്. കണ്ടോ ഇവിടെ മീനിന് തീറ്റയുണ്ട് കേട്ടോ. ഇവിടെ മീനെ പിടിക്കോ? അങ്ങനെ പിടിക്കാറുണ്ട് ചിലതിന്. അപ്പൊ സിലോപ്പിയൊക്കെ പിടിക്കും. ഇവിടെ നമുക്ക് തീറ്റ കൊടുക്കാം. 2 സൈഡും കടവുണ്ട് കേട്ടോ സാറേ. അപ്പുറത്തും ഉണ്ടല്ലേ? അവിടെ വന്ന് തീറ്റയൊക്കെ ഇടാം കേട്ടോ. ഇത് വിളക്കൊക്കെ വെക്കുന്ന വിളക്ക് ഇവിടെ നാളെ രാവിലെ ആണെങ്കിൽ സാറിനൊക്കെ ഈ ഫുൾ വിളക്ക് കത്തി നിൽക്കണായിട്ടൊക്കെ ഷൂട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ വൈകുന്നേരം ആകുമ്പോ ഇത് മൊത്തം ഇതാവൂലേ, അത് കാരണം 3 വിളക്കാണ് നമ്മൾ കത്തിക്കുന്നത്. രാവിലെ ആകുമ്പോ ഇത് ഫുള്ള് കത്തിക്കും. അപ്പൊ ഇതൊരു മനുഷ്യനിർമ്മിത സർപ്പക്കാവാണ്. നമുക്കൊരു കാവിന് വേണ്ട വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്ന. പിന്നെ ഈ മാങ്കോമോട്ടോസ് മൊത്തത്തിലൊരു കാവായിട്ടാണ് സങ്കല്പിച്ചേക്കുന്നത്. പിന്നെ ഏഴിലമ്പാലയുടെ തൈ നട്ടുകൊണ്ട് ഇതിന്റെ പ്രതിഷ്ഠാ കർമ്മം വരെ ഞങ്ങളുടെ സാറായിരുന്നു കേട്ടോ. ചീവിടിന്റെയൊക്കെ ശബ്ദം. പിന്നെ ഇവിടെ നമുക്കൊരു ആനയുടെ സ്റ്റാച്ചു ഉണ്ട്. ഇതിനകത്ത് ഒരു കൊമ്പനാന, അതിന്റെ പുറകുവശമാണ് നമുക്ക് ഇവിടെ നോക്കുമ്പോ കാണാൻ പറ്റുന്നു. ഇതാണ് സാറ് പറഞ്ഞ അതാ ഇത് തന്നെ ആ ഒരു വള്ളി. അതെന്താണ് അത്? ആ നാഗവള്ളി, പാമ്പ് പോലെ. പാമ്പ് പോലെ നാഗവള്ളി എന്നാ പേര്. പിന്നെ ഇത് അണ്ണലി വേങ്ങന്ന് എഴുതിയേക്കുന്ന ഈ ബോർഡ് കണ്ടോ? അത് ഈ മരാണ് കേട്ടോ. ഏതാണ് ഇത്? ഈ ആദിവാസികളൊക്കെ സർപ്പവിഷത്തിനെതിരെ ഇതിന്റെ പട്ടയാണ് ഉപയോഗിക്കുന്നത്. അവരുടെ താമസ സ്ഥലത്ത് ഇത് വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ചൂട്ടിൽ പാമ്പുകളൊന്നും വരത്തില്ല. ഇതിനൊരു വൈബ്രേഷൻ പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് സിന്ദൂര മരാണ് കേട്ടോ സാറേ. നെറ്റി തുടർന്ന് അത് പണ്ട് കാലത്ത് ഇതിന്റെ കായിടാത്തൊരു പൊടിയുണ്ട്, അതാണ് സിന്ദൂരമായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടിരുന്നത്. ഇന്ന് നമുക്കതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞ വള്ളി, പാമ്പിനെ പോലെ കണ്ടോ? ആ വള്ളിയുടെ രൂപം കണ്ടോ? നേരത്തെ വന്ന് കണ്ടപ്പോഴും ഇത് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവാതെ ഇവിടെ വന്ന് നോക്കിയിട്ടങ്ങ് പോയാ. അപ്പൊ ഗൈഡ് ടൂറിൽ വരുമ്പോ ഇതെന്താന്ന് മനസ്സിലാക്കുക. നാഗവള്ളി അല്ലേ? നമ്മളവിടെ മദനകാമരാജ് കണ്ടില്ലേ? ഇതാണ് മദനകാമേശ്വരിയുടെ കാ കണ്ടോ? ഇതാണ് സ്ത്രീകളുടെ. അതിന് കായുണ്ടല്ലേ? ഇതാണ് മരം. ഈ കായാണോ യൂസ് ചെയ്യുന്നത്? അതെ അതെ. കാ പിടിച്ച് നിപ്പുണ്ട്. ഏതാ മരം? ഇത് ഇതാണ് മരം. ഇത് അവിടെ നിന്ന് വള്ളി പോലെ പടന്നങ്ങ് പോയതാണ്. മദനകാമേശ്വരി, മദനപ്പൂ. പിന്നെ സാറേ ഇത് മാങ്കോമോട്ടോസിലെ കമിതാക്കൾ എന്ന് പറയും. അതായത് സ്ത്രീ ഇത് പുരുഷ ഇത് കണ്ട, അതായത് ഒരു വള്ളിച്ചിരി സ്ത്രീ ആയിട്ടും പിന്നെ ഏഴിലമ്പാല പുരുഷനായി സങ്കല്പിച്ച് അതിപ്പോ ഒന്നായിട്ട് പോകുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപ്പുപ്പന്താടി. അപ്പുപ്പന്താടിയാണ് സ്ത്രീ, ഏഴിലമ്പാല പുരുഷൻ. പിന്നെ ഇത് സാറിന്റെ റൂമിന് ഓപ്പോസിറ്റ് നമുക്കൊരു ഇത് നമ്മുടെ റൂം അല്ലേ? നമുക്ക് ഏറ്റവും കൂടുതൽ ജാതിയാണ് ഇതിനകത്തുള്ള. ഇതാണ് നമ്മളെ കോട്ടേജ് കേട്ടോ. അപ്പൊ നമ്മുടെ ഗൈഡ് ടൂർ അവസാനിച്ചു. ഇവിടെ ഈ ടവറും കൊണ്ട് തീരുവാണ് സാർ. ടവർ ഞാൻ നേരത്തെ കയറി. ഗൈഡ് ടൂറിന്റെ അവസാന പോയിന്റ് ഈ ടവറാണ് അല്ലേ? വാച്ച് ടവറിൽ വന്ന് തീരും. അപ്പുറത്ത് കൂടെ തുടങ്ങി. വാച്ച് ടവർ നമ്മൾ നേരത്തെ ഉച്ചയ്ക്ക് കയറിയായിരുന്നു. കയറിയിട്ട് കണ്ടു. അതൊരു 6 നില ഹൈറ്റിലുള്ള ഇതിലേക്ക് കയറിപ്പോണം അങ്ങ് മുകളിൽ. ഞാൻ ഒരു തവണ കയറിയോണ്ട് ഇനി കയറുന്നില്ല. ആ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ടാവും ഞാൻ. എന്തായിരുന്നു ഇപ്പൊ പേര്? എന്റെ പേര് രതി. രതി. ഓക്കെ. അപ്പൊ ചേച്ചി ഓക്കെ, താങ്ക് യു. നന്നായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെ കേട്ടോ. നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ ഇവിടെ വരും. അവർ വരികയാണെങ്കിൽ രതി ചേച്ചിയെ തിരിച്ചറിയുകയാണെങ്കിൽ അവർ പറയും കേട്ടോ. ഓക്കെ, താങ്ക് യു. മാങ്കോമോട്ടോസിലെ ഈവനിങ് ഉള്ള ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മളിപ്പോൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവുകയാണേ. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ പോയി സ്വിം സ്യൂട്ടൊക്കെ ഇട്ടിട്ടുണ്ടൊന്ന് സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ട് വരാം. അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ ഇതുവരെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ അധികമൊന്നും എടുത്തില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് എടുത്ത് പോയതേ ഉള്ളൂ. പക്ഷേ ഇതിനകത്തുള്ള ഈ ടൂറുണ്ടല്ലോ, ഗൈഡ് ടൂർ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഇത് കറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ ചെയ്യണം. സ്റ്റേ എടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ദിവസം നമുക്ക് എൻജോയ് ചെയ്യാൻ കിട്ടും. കാര്യം ഇവിടെ ഒരു എൻട്രിക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 400 രൂപയാണ്. അതായത് ഹോളിഡേയ്സും അല്ലെങ്കിൽ ഈ സ്കൂൾ വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് പെർ ഹെഡ് 400 രൂപയാണ്. അല്ലാത്ത വീക്ക് ഡേയ്സ് ആണെങ്കിൽ, അതായത് ഇത് കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള വീക്ക് ഡേയ്സിലാണെങ്കിൽ 350 റുപ്പീസാണ്. അപ്പോൾ ഇപ്പോൾ പ്രസൻറ്റ് 400 രൂപയാണ് ഒരാൾക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 4 പേര് വരുമ്പോഴത്തേക്ക് അതെങ്ങനെ പോയിരുന്നാലും 1600 രൂപയോളം ടിക്കറ്റ് തന്നെയാവും. അത് ഡേയിൽ മാത്രമേ കിട്ടുകയുള്ളൂ. 5 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് പോവുകയും വേണം. പക്ഷെ നമ്മൾ സ്റ്റേ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 1 മണിക്ക് ഇവിടെ ചെക്ക് ഇൻ ആയി കഴിഞ്ഞാൽ പിറ്റേന്ന് 11 മണി വരെ ഇവിടെ നമുക്ക് റൂമും സ്റ്റേയും കിട്ടുകയും ചെയ്യും. ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമുക്ക് വൈകുന്നേരം 5 മണി വരെ ഇത് എൻജോയ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ 2 ദിവസം നമുക്ക് കിട്ടും.
ആ ഒരു എമൗണ്ട് വെച്ച് കൂട്ടി നോക്കുമ്പോൾ തന്നെ റൂം എടുത്ത് സ്റ്റേ ചെയ്യുന്നതായിരിക്കും ലാഭം. അത് റൂമും കാര്യങ്ങളും അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ പറയാം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ടാവും. ഇതിനകത്തുള്ള എല്ലാ മരങ്ങളെയും നമ്മൾ പരിചയപ്പെടുത്തിയല്ലോ. ഇതാണ്ട് ഐസ് സംസാരിക്കാൻ സമ്മതിക്കുക എന്നൊക്കെ ആക്കുക. അപ്പോൾ നമ്മൾ രാത്രിയുള്ള കാഴ്ചകളൂടെ എൻ്റെ കൂടെ കാണിച്ചില്ല. എന്നിട്ടേ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നുള്ളൂ. മാംഗോ പേപ്പൂൾ. ഓക്കെ, പേപ്പൂൾ ഇങ്ങോട്ടാണ് പോകണ്ടേ. കൈ മാറ്റിയ ആ ലോക്ക്. അപ്പോൾ നമ്മൾ പൂളിലേക്ക് പോവുകയാണ്. ഹായ് ബേബി. ഇതാണ് കേട്ടോ മാംഗോ പൂൾ. മോനെ ചെല്ല്. ഇതുകൊണ്ട് ഇറങ്ങരുത് നില്ല്, ഡ്രസ്സ് ഇട്ട് തരാം. ഇതാണ് കേട്ടോ മാംഗോ പൂൾ. നമ്മൾ ഇതിലേക്ക് ചാടട്ടെ. ഓഹോ, ഐസ് വെള്ളത്തിൽ നീന്തിയാണ്. അടിപൊളി കേട്ടോ നമ്മുടെ പൂൾ എക്സ്പീരിയൻസ്. നൈസ്. നമ്മളങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ പോയി കുളിച്ചു കഴിഞ്ഞ് കയറി വന്നു കേട്ടാ. ക്ലോറിൻ്റെ ഭയങ്കര ഇതുണ്ടായിരുന്നു, കണ്ണൊക്കെ ഒരു വല്ലായ്മ. ഇനി നമുക്ക് ഡിന്നർ കഴിക്കാനായിട്ട് പോകണം. ഡിന്നർ കഴിക്കാൻ അവിടെ റെസ്റ്റോറൻറ്റിൽ പോകണം. അടിപൊളിയായിരുന്നേ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ. ഡിന്നർ എന്താണെന്ന് നോക്കട്ടെ, ഡിന്നർ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ലൈറ്റുകളെല്ലാം തെളിച്ച് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക വൈബ് രാത്രിനകത്തെ. അതായത് നമുക്ക് ഒരു ഫോറസ്റ്റിനകത്ത് വന്നിട്ട് നമ്മൾ അത്യാവശ്യം സൗകര്യങ്ങളോടുകൂടി താമസിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ നല്ല ഫുഡൊക്കെ അടിച്ച് നല്ല കാറ്റ് നല്ല ഓക്സിജനൊക്കെ കൊണ്ടല്ലേ നമ്മൾ മാത്രം ഈ ഒരു വലിയ ഏരിയക്കകത്ത് നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രം ഇങ്ങനെ നടക്കുക. നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട് പിള്ളേർ രണ്ടും അടിപൊളി ഹാപ്പി. ഇത്രയും ഫ്രീ ആയിട്ട് ഇത്രയും സേഫായിട്ട് പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന വേറെ സ്ഥലം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കേട്ടോ. നമ്മൾ പിള്ളേരുടെ കാര്യത്തിലൊരു ടെൻഷനും വേണ്ട. ആ കുളമൊക്കെ കാണുന്നെങ്കിൽ അങ്ങോട്ടൊന്നും പിള്ളേർ പോകത്തില്ല. അവിടെയൊക്കെ വേലിയുണ്ട്, കവറിങ് ഉണ്ട്. അല്ല നമ്മളിതാ റെസ്റ്റോറൻറ്റിനടുത്ത് ഫുഡ് കഴിക്കാനായിട്ട്. ഇവിടെ ഇങ്ങനെ വ്യത്യസ്തമായ 3-4 റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ. അരയാല്, തവിട്ടാല്, കല്ലാല്, പേരാൽ റെസ്റ്റോറൻറ്റാണ് ഗസ്റ്റുകൾക്ക്, അതായത് റൂമിൽ സ്റ്റേ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള. അതെല്ലാം ഈ ബിൽഡിങ്ങിൽ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ 3 നിലകളിലായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ്സ് വരുന്നത്. അതിന് നമ്മൾ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഇതെന്താണ്, ബീഫ് കോക്കനട്ട് ഫ്രൈ, ബൊറോട്ട, ഇനി ഒരു ഡക്ക് റോസ്റ്റും കൂടെ വരാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിച്ചു നോക്കാം. മോനെ ഒരു ബൊറോട്ട എടുക്കുക, കുറച്ച് ബീഫ് എടുക്കുക, കുറച്ച് പോർഷൻ കുറച്ചും കൂടെ എടുത്തു. സ്പൂണില്ലയോ, ഫോർക്കാണ്, അത് കുഴപ്പമില്ല. ശകലം എങ്ങനെ എടുത്ത് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഞാനും ഒന്ന് കഴിച്ചു നോക്കും. ശകലം പൊറോട്ട തന്നെ ഇങ്ങനെ പിച്ചിട്ട് പീസ് മസാലയായിട്ട് അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് സൂപ്പർ അടിപൊളി പൊറോട്ടയും ബീഫ് ഫ്രൈയും. രണ്ടപ്പം നോക്കാം. കഴിച്ചാ ഉറക്കത്തില് പൊറോട്ട കഴിക്കും. ഇവിടെ പൊറോട്ടയും ചപ്പാത്തിയാണ് രാത്രിയുള്ള. പിന്നെ കപ്പ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, റൈസും നൂഡിൽസൊക്കെ ഉണ്ട്. ബ്രെഡ് ഐറ്റം ചപ്പാത്തി പൊറോട്ട ആണ്. അതുകൊണ്ട് നമ്മളിത് ഓർഡർ ചെയ്യാം. അതിന് നമ്മുടെ ഡക്ക് റോസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓർഡർ ചെയ്ത് കുറച്ച് വൈകിയാണെങ്കിലും ഡക്ക് റോസ്റ്റും കിട്ടി. അതിൻ്റെ കൂടെ നമുക്ക് ഫ്രൈഡ് റൈസ് കൂടി പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും ഞാൻ കുറച്ച് ഡക്ക് റോസ്റ്റ് ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് അവർക്ക് കൊടുക്കാം. ഡക്കിൻ്റെ വലിയ പീസാണെല്ലാം കിടക്കുന്നു. കുറച്ച് ഗ്രേവി എടുക്കാം. ഡക്കിൻ്റെ ഭയങ്കര പീസ്. ഓക്കെ, ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. കുറച്ച് പൊറോട്ട പിച്ചിങ്ങനെ എടുത്ത് ഡക്കിലൊന്നൂരാണ് കിളക്കി. ഡക്കിൻ്റെ എല്ല് കണ്ട ഇരുന്നിങ്ങനെ വിട്ട് വരുമ്പോൾ ഒരിതുണ്ടല്ലോ, ഇതിങ്ങനെ എടുത്തിങ്ങനെ വെന്തു. കുഴപ്പമില്ല, കൊള്ളാം.
നമ്മളിത് കഴിച്ചിട്ട് കാണാം അല്ലേ? കഴിച്ചിട്ടോട്ടെ, എന്ന് കഴിച്ച് നല്ല ലേറ്റായി 9:00 ഉറങ്ങുകയും ചെയ്തു, ഐസ് ഉറങ്ങുകയും ചെയ്തു.